ഖുർആനിൽ തെളിവുണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത് ശിർക്കാണെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് ഇതുവരെ കഴിയാതിരുന്നതും അതുകൊണ്ട് തന്നെയാണ്. മൗലവി ശിർക്കിന് ഖുർആനിൽ തെളിവുണ്ടാവില്ല. മൗലവിത ഉച്ചയ്ക്ക് ശേഷം അപസ്മാരം ഇളകിയിട്ട് എന്തൊക്കെയോ പറയുന്നു. എന്താണ് ഇപ്പൊ ഇവരുടെ ഉച്ചയ്ക്ക് ശേഷം എന്താ ഇവിടെ പരിപാടി? കൈയൊട്ടി ബഹളം വെക്കുക എന്നാണ് തീരുമാനിച്ചു വന്നിട്ടുള്ളതല്ലേ. മറുപടി ഇല്ലാതെ ആവുമ്പോ കൈയടിക്കുകയാണ്. കൈയടിയുടെ ഇസ്ലാമിക മാനം എന്താ സഹോദരങ്ങളെ? നിങ്ങൾ ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ചാൽ പോരാ, ഒന്ന് മറിച്ചു നോക്കണം എന്താ അതിൽ പറയുന്നത് എന്ന്. അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കണം. പിന്നെ മൗലവി ഞങ്ങളോട് നല്ല ഭക്ഷണം കഴിക്കുന്ന കാര്യം പറഞ്ഞു. മൗലവി സാഹിബ് ഒരു കാര്യം മനസ്സിലാക്കണം. നല്ല ഭക്ഷണം നിങ്ങൾ ഞങ്ങളെ കൊണ്ട് കഴിപ്പിക്കുന്ന പറയുന്നത് ഇത് ഏതാണെന്നറിയോ? നമ്മുടെ ചരിത്ര പ്രസിദ്ധമായ നീല പുസ്തകമാണ്. കേരള ഇദ്വത്തുൽ മുജാഹിദീൻ പുലർത്തിപ്പോകുന്ന ആശയാദർശങ്ങൾ. ഇതിന്റെ 15-ാമത്തെ പേജിൽ പറയുന്നത് എന്താണ്? നിങ്ങൾ കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന നിങ്ങൾ വിദേശ ബ്രാൻഡുള്ള മദ്യക്കുപ്പികൾ നിങ്ങളുടെ പുളിക്കൽ ജാമിയ സലഫിയയിൽ നിങ്ങൾ ഒഴിച്ചു കൊടുത്ത കഥ ഇത് മൗലവിമാരെ നിങ്ങൾ ബഹളം വെച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ നീല പുസ്തകത്തിൽ തന്നെ 15-ാമത്തെ പേജിൽ പറഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള നിങ്ങൾ മദ്യക്കുപ്പികൾ വിദേശ മദ്യം കഴിക്കുന്ന നിങ്ങളാണോ നല്ല ഭക്ഷണം കഴിക്കാൻ ഞങ്ങളോട് ആവശ്യപ്പെടുന്നത്? ഉറപ്പില്ലേ നിങ്ങൾക്ക്? ഖുർആനിന്റെ പേരിൽ സുന്നത്തിന്റെ പേരിൽ വിദേശ ബ്രാൻഡുള്ള മദ്യക്കുപ്പികൾ വിതരണം ചെയ്യുന്ന നിങ്ങൾക്കോ ഖുർആനിന്റെ പേരിൽ ജീവിക്കാൻ എന്ത് അവകാശമാണുള്ളത്? ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ LP സ്കൂളിൽ ഡിക്ഷണറി അല്ല പഠിപ്പിക്കല്, എടോ മലയാളമാണ് അവിടെ പഠിപ്പിക്കല്. മലയാള പദം വിശദീകരിക്കുന്ന ഗ്രന്ഥമാണ് ഡിക്ഷണറി. അതിനാണ് പറഞ്ഞത്, അല്ലാതെ ഡിക്ഷണറി പഠിപ്പിക്കലുണ്ട് എന്നല്ല. അതുപോലും അറിയാത്ത സ്കൂൾ അധ്യാപക ആ കുട്ടികളുടെ കാര്യം തീരാ ലക്ഷം തന്നെ എന്ന് എനിക്ക് പറയാനുള്ളൂ. പിന്നെ അദ്ദേഹം പറഞ്ഞു ആരാധനയല്ലാത്ത പ്രാർത്ഥന ഏതാണെന്ന് വിശദീകരിച്ചില്ല. ഞങ്ങൾ വിചിന്തരം എടുത്ത് വിശദീകരിച്ചു. ഞങ്ങൾ വിചിന്തരം വായിക്കാൻ തന്നെ കാരണം എന്താ? ആദ്യം വായന തുടങ്ങിയത് അവിടെ നിന്നാണ്. ഖുർആൻ പരിഭാഷ തുടങ്ങിയത് അവിടെ നിന്നാണ്. ടീക്കയുടെ പരിഭാഷ നിങ്ങളാണ് വായിച്ചത്. അപ്പോഴാണ് ഞങ്ങൾ ഇവിടുന്ന് വായന തുടങ്ങിയത്. അതൊക്കെ ഞങ്ങൾ സ്വബോധത്തോടെയാണ് ഇവിടെ ഇരിക്കുന്നത്. വിദേശ ബ്രാൻഡുള്ള കള്ളുകുടിച്ചുകൊണ്ടല്ല ഞങ്ങൾ ഇരിക്കുന്നത്. ഈ കാര്യം നിങ്ങൾ ഓർക്കണം. അതുകൊണ്ട് ഞങ്ങൾ വിശദീകരിച്ചു. പ്രാർത്ഥന ആരാധനയാകുന്ന പ്രാർത്ഥന ഏതാണെന്ന് ഞങ്ങൾ പറഞ്ഞു. ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ട്, സ്വമതീയത്തെ ചാർത്തിക്കൊണ്ട്, സ്വയം പര്യാപ്തതയാണെന്ന വിശ്വാസത്തോടെ അല്ലാഹു അല്ലാത്തവർക്ക് അർപ്പിക്കുന്ന വിനയവും വിധേയത്വവും ഏതുണ്ടോ അതാണ് ആരാധന. അത് റസൂലുള്ളാഹി തങ്ങളോ സ്വഹാബത്തോ അല്ലാഹു അല്ലാത്തവർക്ക് ചെയ്തിട്ടില്ല. മുസ്ലിമികൾ ആരും ചെയ്തിട്ടില്ല. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പരിധിയിൽ പെടാത്ത സഹായാർത്ഥന മഹാത്മാക്കളായ അർവാഹുൽ ആലിയത്തിനോട് നടത്തി, പരിശുദ്ധാത്മാക്കളോട് നടത്തി. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായ മഹത്തുക്കളോട് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്തിഗാസ നടത്തിയത് പല ഗുരുകളെ സുലൈമാൻ സഖാഫി തെളിയിച്ചു. നിങ്ങൾക്കത് മറുപടിയല്ല എന്ന് പറഞ്ഞതുകൊണ്ട് മറുപടിയാവാതിരിക്കുകയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു, ഞങ്ങൾ ചോദിച്ച 7 ചോദ്യവും ഇവിടെ അവശേഷിക്കുകയാണ്. ഞങ്ങളെ കയ്യിലുള്ള 33 ചോദ്യങ്ങൾ ഇനിയും അവശേഷിക്കുകയാണ്. അത് ചോദിക്കാൻ ഞങ്ങൾക്ക് അവസരം കിട്ടിയില്ല. ചോദിച്ച 7 തന്നെ ഉത്തരമില്ലാതെ ഈ സാധുക്കളെ നമ്മൾ എന്ത് ചെയ്യണം? അതുകൊണ്ട് തന്നെ 7 ചോദ്യങ്ങൾ ഇവിടെ അവശേഷിക്കുകയാണ്. മറുപടിയില്ലാത്ത 7 ചോദ്യമാണ്. പ്രാർത്ഥന ആരാധനയാവുന്നത് എപ്പോഴാണ്? അല്ലാത്ത പ്രാർത്ഥന ഏതാണ്? വിശദീകരിച്ചിട്ടില്ല. ഇബാദത്തിന്റെ നിർവചനം പറഞ്ഞ് ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ അത് വിശദീകരിച്ചിട്ടില്ല. അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്ന ആ സത്യവിശ്വാസി അടിമയും റസൂലുമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് മുഹമ്മദ് നബിയോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണെന്ന് വിശുദ്ധ ഖുർആൻ കൊണ്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ? ചോദ്യത്തിന് മറുപടി ഉണ്ടായിട്ടില്ല. ഹദീസ് കൊണ്ട് തെളിയിക്കാൻ കഴിയുമോ? നിങ്ങൾക്കത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ശിർക്കിന്റെ നിർവചനം നിങ്ങൾ പറഞ്ഞു അല്ലാഹു അല്ലാത്തവർക്ക് ആരാധന അർപ്പിക്കലാണെന്ന്. ആരാധനയാണെങ്കിലോ ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ടാവണമെന്ന് അൽമനാറും വിചിന്തനവും പറയുന്നു. ഞങ്ങൾ ദിവ്യത്വം കൽപ്പിച്ചിട്ടില്ല. അല്ലാഹു അല്ലാത്തവർ ദൈവമാണെന്ന് പറഞ്ഞിട്ടില്ല, വിശ്വസിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ലോകത്തുള്ള ലക്ഷോപലക്ഷം വരുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനെ മുസ്ലിം ലോകത്തെ മുശ്രിക്കാക്കാനും കാഫിറാക്കാനും നിങ്ങൾക്ക് കഴിയുകയില്ല. കഴിഞ്ഞിട്ടില്ല. 6 മണിക്കൂറോളം നീണ്ടുനിന്ന ഈ ചർച്ചയിൽ നിങ്ങൾക്കതിന് കഴിഞ്ഞിട്ടില്ല എന്ന് എല്ലാ മുഖാമുഖങ്ങളിലും ഞങ്ങൾ തെളിയിച്ചതുപോലെ ഇവിടെയും ഇതാ തെളിയിച്ചിരിക്കുന്നു. ജീവനുള്ള മൗലവിമാരെ കയ്യിൽ കിട്ടിയ ഈ സന്ദർഭത്തിൽ ഞങ്ങൾ ഇവിടെ വെച്ച് തെളിയിച്ചിരിക്കുന്നു. കഴിയില്ല മക്കളെ, കഴിയില്ല. നിങ്ങളുടെ വിദേശ ബ്രാൻഡുള്ള മദ്യമല്ല, സാധാ മദ്യം തന്നെ കുടിച്ചത് കൊണ്ടും നിങ്ങൾക്കിത് തെളിയിക്കാൻ കഴിയുകയില്ല എന്ന് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്താൻ ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾ 7 ചോദ്യമേ ചോദിച്ചിട്ടുള്ളൂ. അതുപോലും വ്യക്തമായ മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. പ്രാർത്ഥന ആരാധനയാവുന്നത് എപ്പോഴാണ്? മറുപടി പറഞ്ഞിട്ടില്ല. ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടില്ല. ഇബാദത്ത് എപ്പോഴാണ്?
ഇതുവരെ അഡ്രസ് ഉള്ള ബുക്കാ വായിച്ചിരുന്നത്, ഇപ്പൊ അഡ്രസ് ഇല്ലാത്ത ബുക്കാ വായിക്കണത്. അപ്പൊ അങ്ങനെ അഡ്രസ് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം. ഇതുവരെ വിചിന്തനം വായിച്ചു, അത് പിന്നെ അൽമനാർ വായിച്ചു, പിന്നെ അഡ്രസ് ഇല്ലാത്തൊരു ബുക്കാ ഇപ്പൊ വായിച്ചത് നീലപുസ്തകം. നീലപുസ്തകം അഡ്രസ് ഇല്ലാത്ത പുസ്തകം എന്ന പേരിൽ അറിയപ്പെട്ടതും അത് ആരാണ് ഈ സെലഫി പബ്ലിക്കേഷൻ എന്ന് അറിയപ്പെടാത്തതിന്റെ പേരിൽ അഡ്രസ് ഉള്ളതൊന്നും നിങ്ങൾക്ക് കിട്ടിയില്ല. കാന്തപുരം രതിവൈകൃതങ്ങളുടെ ഉസ്താദ് എന്ന ക്രൈമിന്റെ കവർ സ്റ്റോറി ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് ഞങ്ങൾ വായിക്കുകയില്ല, കാരണം ഞങ്ങളെ സംസ്കാരമല്ലാതെ അതിലും വലുതുണ്ട്. മനസ്സിലായില്ലേ? അത് ഏതെങ്കിലും ഇത് അഡ്രസ് ഇല്ലാത്തവരക്കിയതാ. അഡ്രസ് ഉള്ള ഓഫീസിലുള്ള ക്രൈമിന്റെ ഓഫീസ് നിങ്ങൾക്ക് അറിയാലോ. നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിച്ചോ? നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതികരിക്കാൻ സാധിച്ചോ? ക്രൈം ഞങ്ങൾ വായിപ്പിക്കരുത്, ഞങ്ങളത് വായിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ ഇവിടെ മുങ്ങിച്ചാകാൻ പോകുന്ന സമയത്ത് പിടിവള്ളി എന്ന നിലയിൽ വിചിന്തനം പിടിച്ചപ്പോൾ അതിന്റെ തനിനിറം ഞങ്ങൾ തുറന്നു കാട്ടിയപ്പോ, നിക്കക്കള്ളിയില്ലാതെ വന്നപ്പോ അവസാനം നീലപുസ്തകത്തില് മദ്യക്കുപ്പിയിൽ അഭയം തേടിയിരിക്കുകയാണ്. അപസ്മാരമല്ല, അലവി സക്കാഫിക്ക് ഭ്രാന്ത് തന്നെ തുടങ്ങിയിരിക്കുകയാണ്. ആ ഭ്രാന്ത് യഥാർത്ഥത്തിൽ ഇപ്പോൾ തന്നെ അതിവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് വലിയ ബേജാറുണ്ടാവും. കാരണം 10 കൊല്ലത്തോളം നിങ്ങൾ കെട്ടിപ്പൊക്കിയ സമതീയത്തിന്റെ കോട്ട ഈ ശിർക്ക് സ്ഥാപിക്കാൻ വേണ്ടി മുഖാമുഖ വീരന്മാര് കേരളത്തിലുടനീളം നടത്തിയ മുഖാമുഖത്തിൽ ഈ കള്ളത്തരമാണ് പ്രചരിപ്പിച്ചിരുന്നത് എന്ന സത്യം ഈ വാദപ്രതിവാദത്തിൽ പുറത്തു വരുമ്പോൾ നിങ്ങൾക്ക് നിക്കക്കള്ളി ഉണ്ടാവുകയില്ല. ഇതുവരെ പലരെയും മടക്കി നിങ്ങൾ പിന്നിൽ നിൽക്കുകയായിരുന്നു. ഇപ്പോൾ പ്രധാനപ്പെട്ട മുഖാമുഖ വീരന്മാര് തന്നെ മുന്നിൽ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ മാനക്കേട് തോന്നുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല. ശിർക്ക് സ്ഥാപിക്കുവാൻ വേണ്ടി നിങ്ങൾ അഡ്രസ് ഇല്ലാത്ത ബുക്കുകൾ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. പിന്നെ ഞാൻ സ്കൂൾ അധ്യാപകനാണ്, ഞാൻ കുറെ കാലം സ്കൂൾ പഠിപ്പിച്ചിരുന്നു. ഞാൻ സ്കൂളിൽ നിന്ന് വിട്ടിട്ട് വർഷങ്ങളായി. അറിയില്ലെങ്കിൽ അറിയാത്തത് പറയാതിരിക്കുകയാണ് നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇബാദത്തിന്റെ നിർവചനം എന്താണ്? ഇബാദത്തിന് ഞങ്ങളും നിങ്ങളുമൊക്കെ അംഗീകരിക്കുന്ന നിർവചനം തന്നെ അങ്ങേയറ്റത്തിന്റെ വിനയത്തിന്റെയും താഴ്മയുടെയും പ്രകടനം. ഇനി നിർവചനം പറഞ്ഞില്ല എന്ന് പറയരുത്. അങ്ങേയറ്റത്തെ വിനയവും താഴ്മയും അള്ളാഹുവിന് അർപ്പിച്ചാൽ അള്ളാഹുവിനുള്ള ഇബാദത്തായി, അത് ഔലിയാക്കൾ കർപ്പിച്ചാൽ അമ്പിയാക്കൾ കർപ്പിച്ചാൽ അവർക്കുള്ള ഇബാദത്തായി. അതാണ് ഞങ്ങൾ പറയുന്നത്. അങ്ങേയറ്റത്തെ വിനയവും താഴ്മയും എപ്പോഴാണ് അങ്ങേയറ്റമാവുക? അത് വണങ്ങപ്പെടുന്ന വ്യക്തിയെ കുറിച്ച് ദിവ്യത്വം നിങ്ങളുടെ മനസ്സിലുണ്ടാകുമ്പോഴാണ്. അതിനെക്കുറിച്ചാണ് ഭക്ത്യാദരവുകൾ എന്ന് പറഞ്ഞത്. ബൈജൂരിയെ വായിച്ചല്ലോ. ദുആക്ക് നിർവചനം ചോദിച്ചപ്പോ ശൈഖുൽ ഇസ്ലാം എന്ന് നിങ്ങൾ പറയുന്ന ബൈജൂരിയുടെ ബാജൂരിയിൽ നിന്നും ഞാൻ വായിച്ചു. വിനയത്തോടുകൂടി ഒരു കാര്യം തേടലാണ്. വിനയത്തോടുകൂടി തേടുന്നത് അത് ഇബാദത്താകുന്ന ദുആയാണ്. അത് അള്ളാഹുവിനോട് നടത്തിയാൽ അള്ളാഹുള്ള ഇബാദത്ത്, മൊയ്തീൻ ശൈഖിനോട് നടത്തിയാൽ മൊയ്തീൻ ശൈഖിനുള്ള ഇബാദത്ത്. അതല്ല നിങ്ങൾ മമ്പറന്തങ്ങൾക്ക് നടത്തിയാൽ മമ്പറന്തങ്ങൾക്കുള്ള ഇബാദത്ത്. അതുകൊണ്ട് മലയാള ഡിക്ഷണറി കൊണ്ടൊന്നും ഇനി നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല. നമ്മുടെ ഒന്നാമത്തെ തെളിവ് പരിശുദ്ധ ഖുർആനാണ്. പരിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കേരള മുസ്ലിങ്ങൾക്കിടയിൽ നടന്നു വരുന്ന ഈ മമ്പറത്തങ്ങളെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ, ഇബ്രാഹിം നബി എനിക്കൊരു കുട്ടിയെ തരണേ എന്നിങ്ങനെയുള്ള പ്രാർത്ഥനകൾ അത് ശിർക്കാണ്. അത് സ്ഥാപിക്കുവാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കും തോറും നിങ്ങൾ സമൂഹ മധ്യത്തിൽ വീണ്ടും വീണ്ടും വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ന്യായങ്ങൾ നിങ്ങൾ തകർന്നു കഴിഞ്ഞു. ഇവിടെ നിങ്ങൾ മുഖാമുഖങ്ങളിൽ കെട്ടിപ്പൊക്കിയ നിങ്ങളുടെ സമതീയത്തിന്റെ കള്ളക്കഥ, ആ മണൽക്കോട്ട ഇവിടെ തകർന്നു വീണിരിക്കുകയാണ്. അതിൽ നിങ്ങൾക്ക് ബേജാറുണ്ടാകും. അലവി സക്കാഫിക്കും സുലൈമാൻ സക്കാഫിക്കും ബേജാറുണ്ടാകും. ബേജാറുണ്ടായിട്ട് കാര്യമില്ല. നിങ്ങളുടെ മുഖാമുഖം പ്രഹസനങ്ങളിൽ നിങ്ങൾ എന്നെ നേരത്തെ ഇവിടുന്ന് പറഞ്ഞല്ലോ, ആദ്യം ചോദ്യകർത്താക്കളെ ചട്ടം കെട്ടുക, എന്നിട്ട് എന്ത് ഉത്തരം പറയണമെന്ന് ചട്ടം കെട്ടുക എന്നൊക്കെ. പിന്നെ മൂപ്പര് കയ്യടിയെ സംബന്ധിച്ച് പറഞ്ഞു. കയ്യടിയുടെ കാര്യം ബാക്കിലേക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതാണ്. രണ്ടും കൈയും ഉയർത്തി മേലോട്ടെണീറ്റ് നിന്ന് ഹോ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് സത്യമാവുകയില്ല. അങ്ങനെയാണ് നിങ്ങൾ ഇത്രയും കാലം പല വാദപ്രതിവാദങ്ങളിലും. അതുകൊണ്ടാണ് പരസ്യവാദപ്രതിവാദം ഹാളിനകത്ത് അത് പറ്റൂല, നമുക്ക് എന്തായാലും സ്വകാര്യം, നമുക്ക് പരസ്യമായിക്കൂടെ? പരസ്യമായാലും എന്താ, യാഹോവിനെ ഇളക്കി വിട്ട് കൂക്കാൻ പറ്റും. അതാ ഞങ്ങള് പോലീസ് പെർമിഷൻ വേണമെന്ന് പറഞ്ഞപ്പോ ചില ആളുകൾ പറയാ, എന്തിനാ പോലീസ് പെർമിഷൻ? ഞങ്ങൾക്ക് പോലീസ് പെർമിഷൻ ഒന്നും വേണ്ട, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തോളീൻ. ഈ ഇന്ത്യ രാജ്യത്ത് ഞങ്ങളുടെ ആശയാദർശങ്ങൾ പ്രചരിപ്പിക്കുവാൻ വേണ്ടി ഞങ്ങൾ പെർമിഷൻ എടുത്ത് പ്രസംഗിക്കുമ്പോൾ അവിടെ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി വിവരമില്ലാത്ത പാമര ജനങ്ങളെ ഇളക്കി വിടുന്നത് എന്തിനാണ്? നിങ്ങളുടെ കയ്യിൽ സത്യമുണ്ടെങ്കിൽ അതിന്റെ ആവശ്യം നിങ്ങൾക്കുണ്ടോ? അത് നിങ്ങൾ പലയിടത്തും നടത്തിയിട്ടുണ്ട്. അത് ഇവിടെ നടക്കുകയില്ല എന്നതാണ് നിങ്ങൾക്കിപ്പോഴുള്ള ബേജാറ്. നിങ്ങൾക്കിത് തീരുമാനിക്കേണ്ടി വന്നല്ലോ. നിങ്ങൾക്ക് തെളിവുകൾ തമ്മിൽ മാറ്റിവെക്കുകയാണ് ഇവിടെ. തെളിവും തമ്മിൽ മാറ്റിവെക്കുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അത് പറയാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് നിങ്ങൾ പലതരത്തിലുള്ള കോപ്രായങ്ങളും കാണിക്കുന്നത്. നിങ്ങളെ ബേജാറ് കാണുമ്പോൾ സംഗതി മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ബേജാറാകുന്നത് കൊണ്ട് കാര്യമില്ല. സംഗതികൾ പൊളിഞ്ഞു പോവുകയാണ്. ശിർക്ക് സ്ഥാപിക്കുവാൻ വേണ്ടി നിങ്ങൾ പരിശുദ്ധ ഖുർആനും
അസ്സലാമു അലൈക്കും. ഇനി 20 മിനിറ്റ് ചോദ്യം മുജാഹിദ് വിഭാഗത്തുനിന്ന്, അതിന് മറുപടി. അതേപോലെ രണ്ടാമത് 20 മിനിറ്റ് ചോദ്യം സുന്നി വിഭാഗത്ത് ഞങ്ങൾ ഉന്നയിച്ചിരുന്നു. കാരണം ഇവിടെ നമ്മുടെ സഹോദരൻ സുലൈമാൻ സഖാഫി ആദ്യമായി വിഷയം അവതരിപ്പിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞത്, ഞങ്ങൾ സുന്നികൾ മഹാന്മാരല്ലാത്തവരോട് സഹായം തേടുന്നുണ്ട് എന്നത് ശരിയാണ്, പക്ഷേ ഞങ്ങൾ അവർക്ക് സമദിയത്ത് കൽപ്പിക്കുന്നില്ല. സമദ് അള്ളാഹു ആണെന്നാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത്. എന്നാൽ മക്കാ മുശ്രിക്കുകൾ അവർ അള്ളാഹു സമദാണെന്ന് വിശ്വസിച്ചിരുന്നില്ല, അവർ അവരുടെ ആരാധ്യന്മാർ സമദാണെന്നാണ് വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് അവർ ചെയ്യുന്നത് ശിർക്കാണ്, ഞങ്ങൾ ചെയ്യുന്നത് ശിർക്കല്ല. ഇതാണ് അദ്ദേഹത്തിന്റെ വിഷയാവതരണത്തിന്റെ ആകത്തുക. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. കഴിഞ്ഞ മുഖാമുഖങ്ങളിലും ഖണ്ഡന പ്രസംഗങ്ങളിലും ഒക്കെ ഇവർ പലയിടത്തും ആളുകളെ കുപ്പിയിലാക്കാൻ വേണ്ടി കണ്ടുപിടിച്ചതാണ് ഈ സമദിയത്ത് എന്ന ഓലപ്പാമ്പ്. അത് കൃത്യമായി ഞങ്ങളുടെ കഴിഞ്ഞ മറുപടികളിലും ചോദ്യങ്ങളിലും ഞങ്ങൾ കൃത്യമായി കലക്കി കൊടുത്തിട്ടുണ്ട്. ആ സമദിയത്ത് നിങ്ങൾ തെളിയിക്കാൻ നിങ്ങൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് സമദിയത്തുമായി ബന്ധപ്പെട്ട എന്റെ ഒന്നാമത്തെ ചോദ്യം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. മക്കാ മുശ്രിക്കുകൾ അവരുടെ ആരാധ്യന്മാർക്ക് സമദിയത്ത് കൽപ്പിച്ചിരുന്നുവെന്ന് പരിശുദ്ധ ഖുർആൻ കൊണ്ടോ സഹീഹായ ഹദീസ് കൊണ്ടോ നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുമോ? അതാണ് എന്റെ ഒന്നാമത്തെ ചോദ്യം. എന്റെ രണ്ടാമത്തെ ചോദ്യം, ഇവിടെ ഞങ്ങളുടെ വിഷയാവതരണത്തിൽ ഞങ്ങൾ പറഞ്ഞിരുന്നു, ഇബാദത്ത് ദുആ രണ്ട് തരണ്ട്. അത് ഇബാദത്താകുന്ന ദുആയുണ്ട്, ഇബാദത്താകാത്ത ദുആയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രാവിലെ എണീക്കുമ്പോൾ മുതൽ വൈകുന്നേരം കിടക്കുന്നത് വരെ നിരവധി പ്രാർത്ഥനകൾ ചൊല്ലിയത് ഒരുപക്ഷെ ഇവിടെ തെളിവായി കൊണ്ടുവരുമെന്ന് മുൻകൂറായി പറഞ്ഞുകൊണ്ട് മൂപ്പര് പറഞ്ഞു, അതൊക്കെ ഇബാദത്തായ ദുആയാണ്, പക്ഷേ ഞങ്ങൾ നടത്തുന്ന ഇബാദത്താകുന്ന ദുആയല്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ശരി, ഇബാദത്തല്ലാത്ത ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയതും തെളിവുണ്ടോ? അള്ളാഹു അല്ലാത്തവരോട് ഇബാദത്താവുന്ന ദുആ നടത്താൻ പാടില്ല, ഞങ്ങൾ നടത്തി അള്ളാഹു അല്ലാത്ത ഇബാദത്താവുന്ന ദുആ നടത്തുന്നില്ല എന്ന്. എങ്കിൽ ഇബാദത്തല്ലാത്ത ദുആ അള്ളാഹുവിന്റെ റസൂൽ നടത്തിയത് എവിടെയാണ്? പൈനുപരിത്തരിച്ച് ഔദു ബികലിമാത്തില്ലാഹി താമാത്തി, അത് കുൻ എന്ന അള്ളാഹുവിന്റെ സിഫത്തിനോടാണ്, അല്ലാതെ ഒരിക്കലും സൃഷ്ടികളോടല്ല. ഇമാം അഹ്മദ് ഖുർആൻ മഖ്ലൂഖല്ല എന്നതിന് തെളിവ് പിടിച്ചത് ആ ഹദീസാണെന്ന് ഞാൻ ഖത്താബിയുടെ വാചകം ഇബ്നു ഹജർ അസ്കലാനി ഉദ്ധരിച്ചത് ഞാനിവിടെ പറഞ്ഞു. അപ്പൊ ഇബ്നു ഹജറും ഖത്താബിയും അതുപോലെ തന്നെ ഇമാം അഹ്മദ് എന്നവരും ആക്കാൻ സംബന്ധിച്ചതാ. ഇബ്നു ഹജർ അസ്കലാനി തന്നെ വേറെ സ്ഥലത്ത് പറഞ്ഞു, ഖദീമായ അള്ളാഹിനോട് മാത്രമേ ഇസ്തിആദത്ത് പാടുള്ളൂ. അതുകൊണ്ട് അത് തെളിവല്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് എപ്പോഴെങ്കിലും ഇബാദത്തല്ലാത്ത ദുആ അള്ളാഹു അല്ലാത്തവരോട് നടത്തിയതിന് വ്യക്തമായ ഒരു രേഖ സഹീഹായ ഹദീസിൽ നിന്നും നിങ്ങൾ ഉദ്ധരിക്കണം. അത് രണ്ടും വേർതിരിക്കാനുള്ള നിങ്ങളുടെ മാനദണ്ഡം എന്താണ് എന്നുകൂടി അറിയേണ്ടതുണ്ട്. പിന്നെ ഞാൻ മൂന്നാമതായി ഇവിടെ ചോദിച്ചിരുന്ന ചോദ്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവിടുത്തെ സദസ്സിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരുപാട് സഹാബികൾ അവർ റസൂലിന്റെ അസാന്നിധ്യത്തിൽ വെച്ച് എന്തെങ്കിലും കാര്യത്തിൽ റസൂലിനെ വിളിച്ച് സഹായം തേടിയതായി തെളിയിക്കാമോ? അതിനു മുമ്പ് ആകെ പറഞ്ഞത് കണ്ണൂട്ടന്റെ ഹദീസാ. കണ്ണ് കാണാത്ത ആള് റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് നബിയെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാവശ്യപ്പെട്ടിരിക്കുകയാണ്. മുമ്പിൽ വന്നിട്ട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടപ്പോ മുഹമ്മദ് നബിയെ മുമ്പിൽ കണ്ടുകൊണ്ട്, അത് തവസ്സുലാണ്, പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്ന വിഷയം തവസ്സുലാണ്, അത് ഇസ്തിഗാസല്ല, ചർച്ചയുമായി ബന്ധപ്പെട്ടതുമല്ല എന്ന് ഞങ്ങൾ അവിടെ വെച്ച് തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതും തെളിയിക്കാൻ സാധിച്ചിട്ടില്ല വിദൂര സ്ഥലങ്ങളിൽ വെച്ച്. പിന്നെ യാ ഇബാദല്ലാഹി യഗീസൂനി എന്നത് അത് ദഈഫാണ്. അതിൽ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഉത്ബയുടെയും ഇബ്നു സൈദിന്റെയും ഇടയിലുള്ള ഇൻകിതാഅ്, അത് ഞാൻ പറഞ്ഞു സഹീഹായ ഹദീസാണെങ്കിൽ മുത്തസിലായിരിക്കണം എന്ന ഷർത്തുണ്ട്. ആ ഷർത്ത് പൂർത്തിയാക്കാത്താണ് നമ്മുടെ വ്യവസ്ഥയിൽ രണ്ടാമത് പറഞ്ഞത് സഹീഹായ ഹദീസ് എന്നാണ്. സഹീഹായ ഹദീസിന്റെ നിർവചനത്തിന് പുറത്താണത്. അതുകൊണ്ട് അത് തെളിവാക്കേണ്ടതില്ല. അതിനി ശൗക്കാനിയല്ല, ആരുദ്ധരിച്ചിട്ടും കാര്യമില്ല. ശൗക്കാനി പറഞ്ഞതും ആര് പറഞ്ഞാലും സഹീഹായ ഹദീസ് അല്ലെങ്കിൽ അതിന്റെ പേരിൽ പറയുന്ന കാര്യം ഒരിക്കലും സ്ഥാപിതമാവുകയില്ല. ഒരു പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം ഹദീസ് ലൈഫാണെന്ന കാര്യം അയാൾക്ക് ബോധ്യപ്പെടാതിരിക്കാം, പിൽക്കാലക്കാർക്ക് അത് ബോധ്യപ്പെടുകയും ചെയ്യാം. അതാണ് യഥാർത്ഥത്തിൽ അവിടെ ഉള്ളത്. അതുകൊണ്ട് അത് തെളിവല്ല. ഇനി ഞാൻ ഒരു ചോദ്യം കൂടി കൂടുതൽ ചോദിക്കുകയാണ്. ഈ ചോദിച്ച ചോദ്യങ്ങൾക്ക് പുറമെ അള്ളാഹുവിനോട് ചോദിക്കുന്ന എല്ലാ കാര്യവും അള്ളാഹുവിന്റെ സൃഷ്ടികളോട് ചോദിക്കാൻ പാടുണ്ടോ ഇല്ലേ? നിങ്ങൾ പറയുന്നതാണല്ലോ, ഇപ്പോ രോഗം മാറ്റിത്തരണേ അള്ളാഹുവിനോടും പറയാ, മൊയ്തീൻ ഷെയ്ഖിനോടും പറയാ. ഹിദായത്തിലാക്കി തരണേ അള്ളാഹിനോടും പറയാ, റസൂലിനോടും പറയാ. അതുപോലെ അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ, അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ, സൃഷ്ടികളോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ, ഇങ്ങനെ വ്യത്യാസമുണ്ടോ? അള്ളാഹുവോട് ചോദിക്കുന്ന എല്ലാ കാര്യവും സൃഷ്ടികളോട് ചോദിക്കാൻ പാടുണ്ടോ? കഴിഞ്ഞ ഒരു ചർച്ചയിൽ നിങ്ങൾ പാടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്.
അത് നിങ്ങൾക്ക് മാറ്റം വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും അവന്റെ സൃഷ്ടികളോട് ചോദിക്കാൻ പാടുണ്ടോ? കാരണം അള്ളാഹുവിനോട് ചോദിക്കുന്ന എല്ലാ കാര്യവും അവന്റെ സൃഷ്ടികളോട് ചോദിക്കാൻ പാടുണ്ട് എന്നാണെങ്കിൽ അത് നമുക്ക് വിശദീകരിക്കേണ്ടതുണ്ട്, പാടില്ല എന്നാണെങ്കിൽ അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ഇവിടെ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് എനിക്ക് ചോദിക്കാനുള്ളത്, നാം വളരെ ഈ ചർച്ചയുടെ അവസാനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മൗലവി സാഹിബ് നേരത്തെ ചോദിച്ച അതേ ചോദ്യം തന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ ആവർത്തിക്കുകയാണ്. പാവം, കൊണ്ടുവന്നതൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും അതിന് മറുപടി പറയുന്നതിന് മുമ്പ് മൗലവി സാഹിബ് നേരത്തെ ഒരു പ്രയോഗം നടത്തി. ഞങ്ങൾ ക്രൈം വാസിക വായിക്കും, അത് നിങ്ങൾ പറഞ്ഞതിന് വിലാസമില്ലാത്ത, ഞങ്ങൾ വായിച്ച പുസ്തകം വിലാസമില്ലാത്താണ്. നല്ല മൗലവി, വിലാസമുണ്ട്, നിങ്ങൾ തന്നെ സമ്മതിച്ചതാ, നിങ്ങളെ വിചിന്തന അതിന് തെളിവാ. ഇതിൽ തന്നെ പറയുന്നു ഇത് ആരൊക്കെയാണ് നിങ്ങൾക്ക് വിദേശ ബ്രാൻഡുള്ള മദ്യം കുടിച്ചത് ആരൊക്കെയാണെന്ന് ഇതിൽ തന്നെ പറയുന്നു. കുടിപ്പിച്ചതും ഇതിൽ എഴുതിയതും ആരാണ്? ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി, അബ്ദുസലാം സുല്ലമി, CP ഉമർ സുല്ലമി, AK മുഹമ്മദ് സുല്ലമി, അമ്മങ്കോത്ത് അബൂബക്കർ മൗലവി, ഡോക്ടർ ജമാലുദ്ദീൻ ഫാറൂഖി, CM മൗലവി, ഇങ്ങനെ നിങ്ങളുടെ വലിയ ആളുകളെല്ലാം കൂടി തയ്യാറാക്കിയതാണ്. ഇതിൽ തന്നെ ഉണ്ട് സഹോദര. നിങ്ങൾ ക്രൈം നന്ദകുമാർ എന്ന് പറയുന്ന ഏതോ ഹൈന്ദവ സഹോദരൻ എഴുതിയ ക്രൈം നിങ്ങൾ എടുത്തു ഉദ്ധരിച്ചാൽ ഞങ്ങൾക്ക് എതിരാകൂല. അത് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ ഖുർആനും സുന്നത്തിന്റെയും പേരിൽ വിദേശ ബ്രാൻഡുള്ള മദ്യക്കുപ്പികൾ വിളമ്പിയത് ജനം അറിഞ്ഞിട്ടുണ്ട്, നേരം വെളുത്തിരിക്കുന്നു എന്ന കാര്യം നിങ്ങളെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊന്ന് സ്വമതീയത്തിന്റെ കാര്യമാണ്. സ്വമതീയത്ത് തെളിയിച്ചിട്ടില്ലാതെ നിങ്ങൾ പറഞ്ഞു. ഒരുപാട് കഴിഞ്ഞ ഉച്ചക്ക് മുമ്പ് അത് തന്നെയായിരുന്നു ഞങ്ങൾ തെളിയിച്ചിരുന്നത്. സുലൈമാൻ സഖാഫി ആ കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു. സ്വമതീയത്ത് മക്കയിലെ മുശ്രിക്കുകൾക്കുണ്ടായിരുന്നു എന്നതിന് ഇത് നുസവ്വീകും ബി റബ്ബിൽ ആലമീൻ എന്ന ആയത്ത് ഞങ്ങൾ ഓതി. മാത്രമല്ല പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിച്ച ലൗകാന മാഹു ആലിഹത്തുൻ കമാ യഖൂലൂന ഇദല്ലബ്തഖൂ ഇലാ ദിൽ അർശി സബീലാ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞ ആയത്ത് ഞങ്ങൾ ഓതി. വീണ്ടും ഞങ്ങൾക്ക് ആയത്ത് ഓതാൻ കഴിയും. ലൗകാന ഫീഹി ആലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസദത തുടങ്ങിയ ഒട്ടേറെ ആയത്തുകളിൽ അല്ലാഹു ഇത് പഠിപ്പിച്ചിട്ടുണ്ട്. ഇനിയും നിങ്ങൾ ഓതിയിട്ടില്ല ഇല്ല എന്ന് പറയരുത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബാദത്തിന്റെ പരിധിയിൽ പെടാത്ത സഹായാർത്ഥന നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഞങ്ങൾ പറഞ്ഞു, ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ് അഊദു ബികലിമാത്തില്ലാഹി തഅമ്മഹതി മിൻ ശർരി മാ ഖലഖ് എന്ന ആയത്ത് ഞങ്ങൾ ഹദീസ് ഓതി. ഞങ്ങൾ പറഞ്ഞു മഹാത്മാക്കളോട് നബി തങ്ങൾ സഹായം ചോദിച്ചു എന്നാണ് റാസി അതിന് വിശദീകരിച്ചത് എന്ന് പറഞ്ഞപ്പോ മൗലവി സാഹിബ് പറയാ അങ്ങനെയല്ല, കുൻ എന്നാണ് അതിന്റെ അർത്ഥം. മൗലവി സാഹിബെ നിങ്ങൾ അതൊന്ന് നോക്കണം. അവിടെ നിന്ന് ആരെങ്കിലും കഥയില്ലാതെ എഴുതി തരുന്നത് പറഞ്ഞാൽ മാത്രം പോരാ. എപ്പോഴാണ് റാസി ഇത് പറയുന്നത് നിങ്ങൾ നോക്കാം. ആദ്യം പറയുന്നത് ഫൈദാ ഖാല റജുലു അഊദു ബികലിമാത്തില്ലാഹി തഅമ്മാതി എന്ന് പറഞ്ഞാൽ ഫഖദ് ഇസ്താഅദ ബിതിൽകൽ അർവാഹി അത്വാഹിറതി മിൻ ശർരി തിൽകൽ അർവാഹിൽ ഖബീസ. ആ പറഞ്ഞ വ്യക്തി എന്താണ് അവിടെ ചെയ്തത്? പരിശുദ്ധാത്മാക്കളോട് സഹായം ചോദിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് അതിന്റെ അർത്ഥം. അതിനുശേഷം മൗലവി സാഹിബ് ഇതിന് പുറമെ ഇനിയും ഇതിന് വ്യാഖ്യാനമുണ്ട്. എന്താ വ്യാഖ്യാനം? കലിമാത്തുല്ലാഹി ഹിയ ഖൗലു കുൻ എന്ന്. അതുകൊണ്ട് കുൻ എന്ന തഫ്സീർ മാത്രമേ ഉള്ളൂ എന്ന് റാസി പറഞ്ഞിട്ടില്ല. റാസി അതും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ആദ്യം പറഞ്ഞ വിശദീകരണവും പറഞ്ഞിട്ടുണ്ട്. അത് മൂടി വെച്ചിരിക്കുകയാണ് നിങ്ങൾ. ആ ഭാഗം നിങ്ങൾ വെട്ടിമാറ്റിക്കൊണ്ടാണ് നിങ്ങളത് ഇമാം റാസിയുടെ അഭിപ്രായം ഇത് മാത്രമാക്കിക്കൊണ്ടാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഈ ഭാഗം നിങ്ങൾ വായിക്കുകയും ശരിയായ രൂപത്തിൽ അർത്ഥം വെക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അസാന്നിധ്യത്തിൽ നബി തങ്ങളോട് സഹായാർത്ഥന നടത്തിയതിന് തെളിവുണ്ടോ എന്നതിന് സുലൈമാൻ സഖാഫി 4 തവണ നേരത്തെ മറുപടി പറഞ്ഞു. ഇമാം മുസ്നദിൽ ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ, ഇമാം തബറാനി ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത സഹായാർത്ഥന ആ സ്വഹാബി വര്യൻ അപ്പുറത്ത് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ചൊല്ലുകയാണ്, യാ മുഹമ്മദ്, ഓ മുഹമ്മദ് നബിയേ, എന്നെ നിങ്ങൾ സഹായിക്കണമേ, ലിതഖ്ലിയ ഹാജതി, തങ്ങൾ എന്റെ കാര്യം, എന്റെ ആവശ്യം തങ്ങൾ വീട്ടി തരണമെന്ന അല്ലാമ ഹാഫിദ് ഇമാം ജസരി തന്റെ അൽ ഹിസ്നുൽ ഹസീൻ എന്ന വിശ്രുതമായ ഹദീസ് ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇമാം അഹ്മദ് തന്റെ മുസ്നദിൽ ഉദ്ധരിച്ചിട്ടുണ്ട്, ലിതഖ്ലിയ ഹാജതി, യാ മുഹമ്മദ്, ഓ മുഹമ്മദ് നബിയേ, ലിതഖ്ലിയ ഹാജതി, തങ്ങൾ എന്റെ ആവശ്യം വീട്ടി തരണേ. ഹദീസ് സഹീഹ് അല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? സഹിയായ ഹദീസാണെന്ന് ഹദീസ് പണ്ഡിതന്മാർ പ്രഖ്യാപിക്കുന്നു. മറ്റൊരു ചോദ്യം യാ ഇബാദല്ലാഹി അഗീസൂനി എന്നായിരുന്നു. ആ ഹദീസിനെ പറ്റി ഞങ്ങൾ ചോദിച്ചത് ഞങ്ങൾ വ്യക്തമായി പറഞ്ഞു. ആ ഹദീസ് അത് സഹിയായ ഹദീസാണെന്ന് ബഹുമാനപ്പെട്ട ഹദീസ് പണ്ഡിതനായ ബഹുമാനപ്പെട്ട ഹാഫിദ് നൂറുദ്ദീനുൽ ഹൈസമി തന്റെ മജ്മുഉസ് സവായിദ്, ആ മജ്മുഉസ് സവായിദിന്റെ 10ാമത്തെ വാല്യം 132ാമത്തെ പേജിൽ പറഞ്ഞു, റവാഹു തബറാനിയു വരിജാലുഹു സിഖാത്തുൻ, ഇതിന്റെ റിപ്പോർട്ടർമാർ വളരെ യോഗ്യരാകുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇമാം നൂറുദ്ദീനുൽ ഹൈസമി പറഞ്ഞിട്ടുണ്ട്. മൗലവി നിങ്ങളത് കട്ടുമാറ്റരുത്. അത് തന്നെ നിങ്ങൾ അംഗീകരിക്കുന്ന
മൗലവിയായ നേതാവായ ഷൗക്കാനി തന്നെ തന്റെ ഫത്ഹുൽ ഖദീർ തുഹ്ഫത്തുൽ സാകിരീനിന്റെ 155-ാമത്തെ പേജിൽ അദ്ദേഹം പറഞ്ഞു, ഖാലഫി മജ്മഉ സവായിദി റിജാലുഹു സിഖാത്തുൻ. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് വളരെ സുദൃഢമായ പരമ്പരയിലൂടെയാകുന്നു, അയോഗ്യരല്ല യോഗ്യമാകുന്നു. എന്നിട്ട് ഈ ഷൗക്കാനി പറയുന്നത് എന്താ? വഫിൽ ഹദീസി, ഈ ഹദീസിലുണ്ട് ദലീലുണ്ട്, തെളിവുണ്ട്. അപ്പൊ തെളിവാക്കാൻ പറ്റിയ ഹദീസാണ് മൗലവി ഇത്. നിങ്ങളെക്കാളും വലിയ മൗലവിയാണ് പറയുന്നത്. റാജി ഞാൻ വായിക്കാം. ഫഅലം അന്നൽ അമ്മാ ഖൗലുഹു അഊദു ബികലിമാത്തില്ലാഹി തആമ്മാതി ഫഅലം അന്നൽ മുറാദ ബികലിമാത്തില്ലാഹി ഹുവ ഖൗലുഹു തആല ഇന്നമാ ഖൗലുനാ ലിശൈഇൻ ഇദാ അറദ്നാഹു അൻ നഖൂല ലഹു കുൻ ഫയകൂൻ. ഇതാണ് ആദ്യമായിട്ട് അതിനെ സംബന്ധിച്ച് അഊദു ബികലിമാത്തില്ലാഹി തആമ്മാതി വിശദീകരിച്ചുകൊണ്ട് റാജി പറഞ്ഞിട്ടുള്ളത്. ഈ അഊദു ബികലിമാത്തില്ലാഹി തആമ്മാതി അല്ലാഹുവിന്റെ സമ്പൂർണ്ണ വചനങ്ങളിൽ ഞാൻ അഭയം തേടുന്നു എന്നത് നീ മനസ്സിലാക്കണം. ഇതുകൊണ്ട് ഉദ്ദേശം അല്ലാഹുവിന്റെ വാക്കാണ്. ഏതെങ്കിലും ഒരു കാര്യത്തോട് നാം ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ അത് ഉണ്ടാവുകയായി എന്ന അള്ളാഹുവിന്റെ കുഞ്ഞ് എന്ന വാക്കാണ്. പിന്നെ അവസാനം ഐലൻ കുൻ എന്നും കൂടി പറഞ്ഞത്. പക്ഷെ ആദ്യം തന്നെ അദ്ദേഹം എടുത്തു ധരിച്ച അതാണ്. എന്നിട്ടോ ഹദീത്ത് ഞാൻ ഇവിടെ വായിച്ചിരുന്നു. ആ ഹദീത്തിന് ഇബ്നു ഹജർ അസ്ഖലാനി, ഷാഫി പണ്ഡിതനല്ലേ, നിങ്ങൾ അംഗീകരിക്കുന്ന വ്യക്തിയല്ലേ, അദ്ദേഹം എടുത്തു ധരിച്ചത് കലാമുല്ലാഹി അലൽ ഇത്ലാഖ് എന്നാണ് ഇബ്നു ഹജർ അസ്ഖലാനി പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം ഇമാം അഹ്മദിന്റെ വാക്കെടുത്തു ധരിച്ചു. ഖത്താബി പറഞ്ഞിരിക്കുന്നു ഖുർആൻ മഖ്ലൂഖ് അല്ല എന്നതിനെ ഇമാം അഹ്മദ് തെളിവാക്കിയിട്ടുണ്ട്. കാരണം അല്ലാഹുവിന്റെ റസൂൽ മഖ്ലൂഖിനോട് സഹായം തേടുകയില്ല. മാത്രമല്ല റാജിൽ അംഗീകരിച്ചതല്ല എന്നതിന് ഒരു തെളിവും കൂടി ഞാൻ പറയുന്നു. അത് നേരത്തെ വായിച്ചത് ഒന്നുകൂടി വായിക്കാണ്. وهي أن قوله أعوذ بكلمات الله التامات إنما يحسن ذكره إذا كان قد بقي في نظره التفات إلى غير الله. وأما إذا تغلغل في بحر التوحيد وتوغل في غير الحقائق وصار بحيث لا يرى في الوجود أحدا إلا الله لم يستعذ إلا بالله ولم يلتئج إلا إلى الله ولم يعول إلا على الله. കണ്ടോ, ഒരാൾ തൗഹീദിന്റെ കടലിൽ ആഴത്തിലിറങ്ങുകയും ഹഖായിക്കിന്റെ ആഴത്തിലേക്ക് കുളിയിട്ടു പോവുകയും ചെയ്തു. വുജൂദിലയാൾ അല്ലാഹുവിനെ അല്ലാതെ മറ്റൊന്നിനെയും കാണാത്തൊരവസ്ഥ വന്നാൽ അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ നില പ്രാപിച്ചിട്ടില്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? തൗഹീദിന്റെ ആഴത്തിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ ഇറങ്ങിയിട്ടില്ലേ? അല്ലാഹുവിന്റെ റസൂൽ ഹഖായികൾ മനസ്സിലാക്കിയിട്ടില്ലേ? അങ്ങനെ മനസ്സിലാക്കിയ ഒരാൾ ലം യസ്തഈദ് ഇല്ലാ ബില്ലാഹ്, അല്ലാഹുവിനോടല്ലാതെ ഇസ്തിആദത്ത് നടത്തുകയില്ല, സൃഷ്ടികളോട് ഇസ്തിആദത്ത് നടത്തുകയില്ല. വലം യൽതജി ഇല്ലാ ഇലല്ലാഹ്, അല്ലാഹുവിലേക്കല്ലാതെ അഭയം തേടുകയില്ല. വലം യുഅബ്ബിൽ ഇല്ലാ അലല്ലാഹ്, അല്ലാഹുവിനെ കൊള്ളയല്ലാതെ അവലംബമാക്കുകയില്ല. അതുകൊണ്ട് റാജി അംഗീകരിച്ചതല്ല ഇത് എന്ന് നമുക്ക് വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് പിന്നെ മൂപ്പര് പറഞ്ഞ എന്താണെന്നറിയോ? സമദിയത്തിന് ഞങ്ങൾ തെളിവ് പറഞ്ഞിട്ടില്ല. ഇതിനു സബ്ബീക്കും റബ്ബിൽ ആലമീൻ ഇദല്ല ബതഗൗയിലാദിൽ അർശി സബീല, അതിൽ തെളിവില്ല. ഇതിനു സബ്ബീക്കുമെന്നതിന് ജലാലിനി വരെ ഉദ്ധരിച്ചു. ഇബാദത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനോട് ഞങ്ങളെ സമപ്പെടുത്തിയപ്പോൾ എന്നാണ് ജലാലിനി വരെ ഉദ്ധരിച്ചത്, പള്ളിയർച്ചിൽ ഓതുന്നത്. അതിൽ സമദിയത്തില്ല. ഇതല്ല ബതഗൗയിലാദിൽ അർശി സബീല എന്നതിലും മക്കയിലെ മുശ്രിക്കുകൾ അവരുടെ ആരാധ്യർക്ക് സമദിയത്ത് കൽപ്പിച്ചു എന്ന് തെളിവില്ല. അത് ആയത്ത് ഉദ്ധരിച്ചു എന്ന് പറഞ്ഞത് കാര്യമില്ല, ഞങ്ങളുടെ വിഷയവുമായി അതിന് ബന്ധമില്ല എന്നതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. പിന്നെ യാ മുഹമ്മദ്, എന്നെ നിങ്ങൾ സഹായിക്കണം, അതൊക്കെ മൂപ്പര വകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ നിൽക്കാണ്, നബിയോട് പറയാണ്, നബിയെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇവിടെ തന്നെ ഉദ്ധരിച്ചല്ലോ, ഞാൻ ദ്വാരക്കണമെങ്കിൽ ദ്വാരക്ക, നിനക്ക് ക്ഷമിക്കാണ് നല്ലത്. അപ്പൊ അദ്ദേഹം പറയാണ്, നബിയെ നിങ്ങൾ എനിക്ക് വേണ്ടി ദ്വാ ചെയ്യണം. ഇത് തർക്കത്തിലുള്ള ഇസ്തിഗാസയുമായി ബന്ധപ്പെട്ട വിഷയമേ അല്ല, ഇത് തവസ്സുലാണ്. ഇസ്തിഗാസക്ക് തെളിവ് കിട്ടാത്തത് കൊണ്ട് തവസ്സുൽ പറയാണ്. പിന്നെ ഇവര് പറയാണ്, അങ്ങനെ പഠിപ്പിച്ചതിന് ശേഷം പിന്നെ അപ്പുറത്ത് പോയിട്ട് അങ്ങനെ പറഞ്ഞുണ്ടാവൂലേ എന്ന് മൂപ്പര വകയായിട്ടൊരു ഊഹം. അത് പോരാ, വ്യക്തമായ തെളിവ് ഉണ്ടാകണം. പിന്നെ യാ ഇബാദല്ലാഹി ഈസൂനി എന്നതിന് റിജാലുഹു സിക്കാത്തുൻ എന്ന് ഐസമി പറഞ്ഞിരിക്കുന്നു. റജുൽ സിക്കത്തായിട്ട് കാര്യമുണ്ടോ? സിക്കത്തുകൾ തമ്മിൽ ബന്ധമല്ലെങ്കിൽ സനദിൽ ഇംഗിത്തായി വന്നാ പോയില്ലേ? മുത്തസിലായ സനദോടുകൂടിയ ഹദീസ് സഹിയാവുള്ളൂ. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞു അവിടെ അബ്ദുല്ലാഹിബിൻ ഷരീഖ് എന്ന് പറയുന്ന ദുർബലനായ റാവി ഉണ്ട് എന്ന് ഹാഫിൽ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഒരിക്കലും തന്നെ നിങ്ങൾക്ക് തെളിവാക്കാൻ കൊള്ളുകയില്ല. പിന്നെ ഏതെങ്കിലും ഒരു പണ്ഡിതൻ അത് തെളിവാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഷൗക്കാനി, ഞങ്ങൾക്ക് അങ്ങനെ ഷൗക്കാനിയോടോ പ്രത്യേക അടുപ്പമോ ഇമാം ഷാഫിയോട് പ്രത്യേക വെറുപ്പോ ഒന്നുമില്ല. മുൻകാല പണ്ഡിതന്മാരോടൊക്കെ ഞങ്ങൾക്കുള്ള നിലപാട് എന്താണെന്നറിയോ? ഖുർആനോടും ഹദീസിനോടും യോജിച്ചത് അവർ പറഞ്ഞാൽ ആര് പറഞ്ഞാലും എടുക്കും. അതേ സമയത്ത് തൗഹീദിന് വേണ്ടി കുറെ പ്രവർത്തിച്ച ആളാണ് ഷൗക്കാനി. അദ്ദേഹം ഒരുപാട് അന്ധവിശ്വാസങ്ങൾക്കെതിരെ എഴുതുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ നിലക്ക് അദ്ദേഹത്തോട് ആദർശപ്പൊരുത്തം ഞങ്ങൾക്കുണ്ടല്ലാതെ അദ്ദേഹത്തിന്റെ വാക്കൊക്കെ കാമ ഒഴിവാക്കാതെ ചങ്ക് തൊടാതെ വിഴുങ്ങണം നിങ്ങളെപ്പോലെ മുഖല്ലിദ്വാദികളല്ല. ഞങ്ങൾ തഖ്ലീദ് എതിർക്കുന്നവരാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കിതാബിൽ ഉണ്ടായാൽ മതി,
കാരണം എന്താ? നിങ്ങൾ അംഗീകരിക്കുന്ന നിങ്ങളെ ഏതെങ്കിലും ഒരു പണ്ഡിതൻ കോജ എഴുതിയാ നിങ്ങൾക്ക് അത് അംഗീകരിക്കണം. കാരണം എന്താ? നിങ്ങൾ മുഖല്ലിദുകളാണ്. ഞങ്ങൾ മുഖല്ലിദുകളല്ല, ഞങ്ങൾ തെളിവിനെ പിൻപറ്റുന്നവരാണ്, മുത്തബിഉകളാണ്. അതുകൊണ്ട് തെളിവ് ശൗക്കാനി പറഞ്ഞാലും ഇമാം ഷാഫി പറഞ്ഞാലും ഇമാം നവവി പറഞ്ഞാലും ഞങ്ങൾ അംഗീകരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ചോദ്യങ്ങൾക്കൊക്കെ ഞങ്ങൾ ഇതുവരെയായി വ്യക്തമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്റെ ചോദ്യങ്ങൾ ഞാൻ എന്റെ 4-5 ചോദ്യങ്ങൾ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. സമദിയത്തുമായി ബന്ധപ്പെട്ട ചോദ്യം, അതിന് നിങ്ങൾ ന്യായപ്രകാരമുള്ള മറുപടി പറയണം. അതാ എനിക്ക് പറയാനുള്ളത്. പഴയ നോട്ട് വായിച്ച സമയം കളയരുത്. മൗലവി സാഹിബ് ചോദ്യങ്ങളില്ലാതെ മറുപടി പ്രസംഗം നടത്തുന്നത് ചോദ്യമൊക്കെ കഴിഞ്ഞ് മറുപടി കിട്ടിയപ്പോൾ പിന്നെ വേറെന്തൊക്കെയോ പഠിച്ചത് പറയാണ്. ഏതായാലും മൗലവി സാഹിബിന് കാര്യങ്ങൾ തിരിഞ്ഞു വരുന്നുണ്ട് എന്നതിൽ സന്തോഷമുണ്ട്. ആദ്യമായി മൗലവി പറഞ്ഞ ഒരു പ്രധാന പോയിന്റ്, ഞങ്ങള് നിങ്ങളെ പോലെ മുക്കല്ലിദുകളല്ലാന്ന്. ശരിയാണ്, നിങ്ങൾ മുജിത്തൈദുകളെന്നാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. നിങ്ങൾ ശരിയായ മുജിത്തൈദുകളാകുന്നു. നിങ്ങളെ മുജിത്തൈദ് ഇജ്തിഹാദിന്റെ കോലമൊക്കെ ഞങ്ങളെ കയ്യിൽ പുസ്തകമുണ്ട്, വേണമെങ്കിൽ ഞാൻ വായിച്ചു തരാം. അതിന്റെ ഒക്കെ അർത്ഥം എന്താണെന്ന് നിങ്ങൾ തന്നെ വിശദീകരിച്ചിട്ടുണ്ട് സഹോദര. നിങ്ങളുടെ ഇജ്തിഹാദൊക്കെ നിങ്ങളുടെ കോളേജുകളാ LP സ്കൂളിലെ കുട്ടികളുണ്ടല്ലോ, അവർക്ക് പറഞ്ഞു കൊടുത്താൽ മതി. ഞങ്ങൾക്ക് നിങ്ങളെ ഇജ്തിഹാദ് ആവശ്യമില്ല, മുസ്ലിം സമുദായത്തിനും ആവശ്യമില്ല. ഈ കാര്യം നിങ്ങൾ ഓർക്കണം. പിന്നെ റാസി നിങ്ങൾ പറയുന്നത്, റാസിയുടെ ഇബാറത്ത് നിങ്ങൾ വായിച്ചു. ഈ കുൻ എന്നതാണ് എന്ന് നിങ്ങൾ പറഞ്ഞു. കുൻ എന്ത് എന്ന് മാത്രമല്ല സഹോദര, രണ്ടും ഇമാം റാസി അംഗീകരിക്കുകയാണ്. അത് നിങ്ങൾ മറച്ചു വെക്കുകയാണ്. ഐവൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ വിശദീകരിച്ചിട്ടില്ല. നേരത്തെ പറഞ്ഞത് സമ്മതിച്ചുകൊണ്ട് തന്നെ കലിമാത്തുല്ലാഹി താമ്മാത്തി എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഇമാം റാസി കുൻ എന്ന ഇബാറത്താകുന്നു, കുൻ എന്ന പദപ്രയോഗമാകുന്നു എന്ന് വിശദീകരിക്കുന്നു. അപ്പൊ നേരത്തെ പറഞ്ഞതുമുണ്ട്, ഇപ്പോൾ പറഞ്ഞതും രണ്ടും വിശദീകരണമാണ് എന്നാണ് ഇമാം റാസി റഹിമഹുല്ല വിശദീകരിച്ചിട്ടുള്ളത്. ഈ കാര്യം നിങ്ങൾ ഓർക്കണം. മറ്റൊരു കാര്യം നിങ്ങൾ പറഞ്ഞത് യാ മുഹമ്മദ എന്ന് പറഞ്ഞ് സഹായിക്കുക എന്ന അർത്ഥത്തിനല്ല. പ്രിയപ്പെട്ട സഹോദര, നിങ്ങൾക്ക് അറബിയും അറിയില്ല എന്ന് എനിക്ക് പറയേണ്ടി വന്നതിൽ ഖേദമുണ്ട് സഹോദര. ഇസ്തിഗാസ അൽഫിയ പോലത്തെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ കാണാം, ഈ ഇസ്തിഗാസക്ക് വേണ്ടി സഹായം തേടാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദമാണ് യാ എന്നത്. നിങ്ങൾക്ക് വ്യാകരണ ശാസ്ത്രം പിടിപാടില്ലെങ്കിൽ നിങ്ങൾ വല്ല പള്ളി ദർശനം പോയി പഠിക്കൂ. നിങ്ങൾ വലിയ 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 അഫ്ളലുൽ ഉലമക്കാരായതുകൊണ്ട് എന്ത് കാര്യം? നിങ്ങൾക്ക് അഫ്ളലുൽ ഉലമയുമില്ല, നിങ്ങൾക്കുള്ളത് അഫ്സലുൽ ഉലമയാകുന്നു. അതുകൊണ്ട് തന്നെ സഹോദര, നിങ്ങൾക്ക് വ്യാകരണ ശാസ്ത്രവും പിടിപാടില്ലാതെ പോയല്ലോ, സങ്കടമുണ്ട്. വലിയ മുജ്തഹിദുകളാണെന്ന് പറയുന്നു. യാ എന്ന പദം ഇസ്തിഗാസ സഹായം ചോദിക്കാൻ വരുന്നതാണ് എന്ന വ്യാകരണ ശാസ്ത്രത്തിലെ ബാലപാഠം പോലും അറിയാതെ പോയ മുജ്തഹിദുകളെ, നിങ്ങളുടെ പാണ്ഡിത്യം, നിങ്ങളുടെ മുജ്തഹിദുകളായ നിങ്ങളുടെ പാണ്ഡിത്യം വല്ലാത്തൊരു പാണ്ഡിത്യം തന്നെയാണ്. അതുകൊണ്ട് ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊന്ന്, യാ മുഹമ്മദ എന്ന് പറഞ്ഞത് അത് അസാന്നിധ്യത്തിലാണ് എന്നില്ല, നമ്മളെ വകയാണ് സഹോദര. അങ്ങനെയല്ല. അമറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചു, അന്യതവല്ല പോയി ഉളു എടുത്ത് വരാൻ കൽപ്പിച്ചു. ഉളു എടുത്തിട്ട് അവിടെ വെച്ച് 2 റക്അത്ത് നിർവഹിക്കാനും നിസ്കരിക്കാനും കൽപ്പിച്ചു. എന്നിട്ട് ദുആ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്, സാന്നിധ്യത്തിൽ വെച്ചല്ല. നിങ്ങളത് തെളിവാകുമെന്ന് നിങ്ങൾ കരുതിയിരുന്നില്ല. ഇപ്പൊ പുറത്തുനിന്നാരോ പറഞ്ഞു കൊടുത്ത ആ വാചകം ഇങ്ങനെ ഉദ്ധരിക്കുകയാണ്. കുടുങ്ങിയിരിക്കുന്നു, ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ഞങ്ങൾ തൽക്കാലം സഹിച്ചു തരാം സഹോദര. യാ മുഹമ്മദ, ഓ മുഹമ്മദ് നബിയെ, അങ്ങ് എന്നെ സഹായിക്കണം. അത് അസാന്നിധ്യത്തിലുള്ള വർത്തമാനമാണ്, ഗൈബത്തിലുള്ള വർത്തമാനമാണ് സഹോദര. നിങ്ങൾ മനസ്സിലാക്കിയതും നിങ്ങൾ പറഞ്ഞതും ദുർവ്യാഖ്യാനമാണ് എന്ന് പറയേണ്ടി വന്നതിൽ ഞങ്ങൾക്ക് ഖേദമുണ്ട്. അതുപോലെ തന്നെ പിന്നെ നിങ്ങൾ പറഞ്ഞത് യാ ഇബാദല്ലാഹി അഈനൂനി എന്ന ഹദീസിനെ പറ്റിയാണ്. യാ ഇബാദല്ലാഹി അഈനൂനി എന്നത് ഒരു പരമ്പരയിൽ ദുർബലനായ വ്യക്തി ഉണ്ട് എന്ന് സഹോദര, നിങ്ങൾ അതും എഴുതിക്കൊണ്ടുവന്ന ആ നോട്ട് നോക്കി എന്നല്ലാതെ കിതാബ് നിങ്ങൾ നോക്കിയിട്ടില്ല. ഇതിന് ഒരുപാട് പരമ്പരകളുണ്ട്. ഒരു പരമ്പരയാണ് സിഖാത്ത് എന്ന് പറഞ്ഞത്, മറ്റൊരു പരമ്പരയിലാണ് ഹദീസിന്റെ ഒരു വ്യക്തിക്ക് എന്തോ ചില തകരാറുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അൽമനാർ പറയുന്നു 1989 ജനുവരി ലക്കം അൽമറാറിന്റെ 39-ാമത്തെ പേജ്, 35-ാമത്തെ പേജ്, 36-ാമത്തെ പേജിൽ ഹദീസിന്റെ പരമ്പരകളിൽ റാവികളെ നോക്കി അത് ദുർബലമാക്കുന്ന പ്രവണത എന്നത്
ജൂതായിസമാണ് എന്ന് പറയുന്നത് ഞങ്ങളല്ല, നിങ്ങളെ അൽമനാറാണ്. അപ്പോ ഹദീസ് പണ്ഡിതന്മാർ സഹിയാണെന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച മജ്മുഉസ് സവാഇദ് പോലെയുള്ള ഗ്രന്ഥങ്ങൾ, ആ ഗ്രന്ഥങ്ങളെ ദുർബലപ്പെടുത്താൻ നിങ്ങളുടെ കേവലം ഈ ജൽപ്പനങ്ങൾക്ക് കഴിയില്ല എന്ന് പറയുന്നത് നിങ്ങളുടെ അൽമനാറാണ്. പിന്നെയോ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതനെന്ന് നിങ്ങൾ പരിചയപ്പെടുത്തിയ ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിനുള്ള ആമുഖം എന്ന ഈ പുസ്തകത്തിന്റെ 14-ാമത്തെ പേജിൽ നിങ്ങൾ പരിചയപ്പെടുത്തിയ ഷൗക്കാനി അദ്ദേഹം പറഞ്ഞു, ഞാൻ അതേക്കുറിച്ച് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു മറുപടിയും ഉണ്ടായിട്ടില്ല. വഫിൽ ഹദീസി, ഈ ഹദീസിലുണ്ട് ദലീലുൻ, തെളിവുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഹദീസ് തെളിവ് പിടിക്കാൻ പറ്റിയ ഹദീസാകുന്നു എന്ന് നിങ്ങളെ നേതാവാ പറയുന്നത്. അത് വലിയ മഹാപണ്ഡിതരാകുന്നു എന്ന് ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിലുള്ള ആമുഖമെന്ന ഈ പുസ്തകത്തിൽ നിങ്ങൾ പരിചയപ്പെടുത്തുന്ന വ്യക്തിയാണിത്. ഇത് നിങ്ങൾ മറക്കരുത്. നിങ്ങൾക്ക് വിവരമില്ലെങ്കിലും നിങ്ങളുടെ കാരണവന്മാരായ ഗുരുവര്യന്മാരായ ആളുകളോടൊന്ന് ചോദിച്ചു നോക്കൂ. അസ്സലാമു അലൈക്കും. ഇനി സുന്നി വിഭാഗത്തുനിന്ന് ചോദ്യം, മുജാഹിദ് വിഭാഗത്തിന് മറുപടി. 5 മിനിറ്റ്. സുന്നി വിഭാഗത്തിന്റെ ചോദ്യം, നേരത്തെ ഞങ്ങൾ പറഞ്ഞത് 7 ചോദ്യം ചോദിച്ചു, ഒരൊറ്റ ചോദ്യത്തിന് മറുപടി കിട്ടിയിട്ടില്ല. ഇബാദത്താകുന്ന പ്രാർത്ഥന ഏതാണ് എന്ന് ചോദിച്ചു. മലയാളത്തിലുള്ള അർത്ഥം, മലയാള ഭാഷയിലുള്ള പദമാണ് പ്രാർത്ഥന എന്നത്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥന എന്ന പദത്തിന് സഹായം ചോദിക്കൽ, അപേക്ഷിക്കൽ, യാചിക്കൽ, ഹർജി തുടങ്ങിയ ഒരുപാട് പദങ്ങൾ അതിന് പറയും. നമുക്കറിയാമല്ലോ, കോടതി ഭാഷ പ്രയർ എന്നാണ് കോടതിയിൽ ഹർജി നൽകുന്നതിന് പറയാറുള്ളത്. അതിന്റെ മലയാള അർത്ഥം പ്രാർത്ഥന എന്ന സഹോദര. അപ്പൊ അതും ശിർക്കാണെന്ന് നിങ്ങൾ പറയുമോ? അപ്പൊ പ്രാർത്ഥന എന്ന മലയാള പദത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതിൽ ഏതർത്ഥം അനുസരിച്ചാണ് അത് ആരാധനയിൽ പരിധിയിൽ വരുന്നത്? ആ കാര്യം നിങ്ങൾ വിശദീകരിക്കണം. മറ്റൊന്ന്, ആ പ്രാർത്ഥന ഇബാദത്ത് എന്ന് പറയുന്നത് താഴ്മ ചെയ്യലാണെന്ന് നിങ്ങൾ പറഞ്ഞു. അത് താഴ്മ ചെയ്യലാണെന്ന് പറഞ്ഞപ്പോ അതിന് പിന്നീട് വ്യാഖ്യാനം വന്നത് അഖ്സാഗായത്തുൽ ഹുദുവാണ് എന്ന് പറഞ്ഞു. അഖ്സാഗായത്തുൽ ഹുദുവാകുന്നതിന്റെ മാനദണ്ഡം നിങ്ങളുടെ വിചിന്തനവും അൽമറാറും വായിച്ചുകൊണ്ട് ഞങ്ങൾ പറഞ്ഞത് ദിവ്യത്വം കൽപ്പിക്കുക എന്നാണെന്ന് ഞങ്ങൾ പറഞ്ഞു. ഇതുവരെയും അതിന് മറുപടി ലഭിച്ചിട്ടില്ല. ദിവ്യത്വം കൽപ്പിക്കലാകുമ്പോൾ പിന്നീട് ഞങ്ങൾ ചെയ്യുന്നത് ദൈവമാണെന്ന വിശ്വാസത്തോടെ അല്ല ഞങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് അത് ശിർക്കാവുകയില്ല എന്ന് ഞങ്ങൾ ചോദിച്ചു. ഞങ്ങൾ ചെയ്യുന്നത് ശിർക്കാവുകയില്ലല്ലോ എന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് മറുപടി ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ മക്കയിലെ മുശ്രിക്കുകൾക്ക് അള്ളാഹുവിൽ വിശ്വാസമില്ലായിരുന്നു എന്നതിന് വിശുദ്ധ ഖുർആൻ നിരവധി സൂക്തങ്ങൾ ഓതി. നിങ്ങളുടെ ഉമർ മൗലവിയുടെയും അമാനി മൗലവിയുടെയും ഖുർആൻ പരിഭാഷയും ഞങ്ങൾ വായിച്ചു. ഇതുവരെയും നിങ്ങൾക്ക് വ്യക്തമായ മറുപടി പറയാൻ കഴിഞ്ഞില്ല. അപ്പോൾ നിങ്ങൾ പറഞ്ഞതെന്താ? മുഹമ്മദ് നബി പരിചയപ്പെടുത്തിയ അള്ളാഹുവിൽ അവർക്ക് വിശ്വാസമില്ലായിരുന്നു. എങ്കിൽ ഞങ്ങളുടെ ചോദ്യം, മുഹമ്മദ് നബി പരിചയപ്പെടുത്തിയ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന സുന്നികളും മുഹമ്മദ് നബി പരിചയപ്പെടുത്തിയ അള്ളാഹുവിൽ വിശ്വസിക്കാത്ത മുശ്രിക്കുകളും തമ്മിൽ ഒരേ തട്ടിലാകുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ വിഷയാവതരണത്തിൽ അത് ചോദിച്ചു, അത് പറഞ്ഞിരുന്നു. മറുപടി ഖുർആനിന്റെയും സുന്നത്തിന്റെയും ഇജ്മാഇന്റെയും ഖിയാസിന്റെയും അടിസ്ഥാനത്തിൽ നിങ്ങൾ പറയണം. മറ്റൊരു ചോദ്യം ഞങ്ങൾ ചോദിച്ചു, 6-ാമത്തെ ചോദ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ്, 5-ാമത്തെ ചോദ്യം ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി അടിമയും റസൂലുമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണ് എന്നതിന് വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരായത്ത് കൊണ്ട് തെളിയിക്കാമോ എന്ന് ചോദിച്ചു. മറുപടി നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞില്ല. പറഞ്ഞ മറുപടിയാണെങ്കിലോ ഈസാ നബി ഈസയെ ദൈവപുത്രനാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ക്രിസ്ത്യാനികൾ വിളിക്കുന്ന ആ വിളിയെ പരാമർശിക്കുന്ന ആയത്താണ് നിങ്ങൾ പറഞ്ഞത്. അതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചിട്ടില്ല. ചോദ്യം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്ന വ്യക്തി അടിമയും റസൂലുമാണ്, ദൈവമാണെന്നോ ദൈവാവതാരമാണെന്നോ ദിവ്യത്വമുണ്ടെന്നോ വിചിന്തനം പറഞ്ഞതുപോലെ ദിവ്യത്വമുണ്ടെന്നോ വിശ്വസിച്ചുകൊണ്ടല്ല. അടിമയാണ്, റസൂലാകുന്നു മുഹമ്മദ് നബി എന്ന് വിശ്വസിച്ചുകൊണ്ട് അബ്ദുഹു റസൂലുഹു എന്ന വിശ്വാസത്തോടെ മുഹമ്മദ് നബിയോട് സഹായം ചോദിക്കൽ ശിർക്കാണ് എന്നതിന് വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു ആയത്ത് തെളിയിക്കാൻ പറഞ്ഞു. നിങ്ങൾ തെളിയിച്ചിട്ടില്ല. ആയത്ത് കൊണ്ടും ഹദീസ് കൊണ്ടും നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയില്ല. ഇജ്മാഅ് കൊണ്ട് തെളിയിക്കാൻ പറഞ്ഞു, കഴിഞ്ഞിട്ടില്ല. ഖിയാസ് കൊണ്ടും നിങ്ങൾക്ക് കഴിയില്ല. ശിർക്കിന്റെ നിർവചനം ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ തെളിയിക്കാൻ വേണ്ടി ഞങ്ങൾ ആവശ്യപ്പെട്ടു. അത് ഒരിക്കലും ഖുർആനിൽ നിർവചനം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് റെഡിമെയ്ഡ് മറുപടിയാണ് നിങ്ങൾ പറഞ്ഞത്. നിർവചനം അല്ല എനിക്ക് കിട്ടേണ്ടത്, ശിർക്കിന്റെ നിർവചനം, ആ ശിർക്കിന്റെ വിശദീകരണം വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ തെളിയിക്കുക എന്നാണ് ഞാൻ പറഞ്ഞത്. അത് നിങ്ങൾക്ക് ഇതുവരെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ യാ സുൽത്താൻ അൽ ആരിഫീൻ അഹ്മദ് അൽ കബീർ റിഫായി അഗിത്നി എന്ന് ചോദിച്ചാൽ ശിർക്കാണെന്ന് നിങ്ങൾ പറഞ്ഞു. നിങ്ങളുടെ നേതാവ് KM മൗലവി, ആ KM മൗലവി എഴുതിയ അദ്ദുആ വൽ ഇബാദ എന്ന പുസ്തകത്തിൽ അത് ശിർക്കല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത്
പറയാനുണ്ടെന്ന് ചോദിച്ചപ്പോ നിങ്ങൾ പറഞ്ഞ അലവി സഖാഫി അതൊന്നുകൂടി വായിച്ചു നോക്കണമെന്ന. ഞാൻ വായിച്ചുകൊണ്ടാണ് അതിന് മറുപടി പറഞ്ഞിട്ടുള്ളത്. ഞാനത് പഠിച്ചുകൊണ്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. നിങ്ങളത് കാണാതെയാണ് മറുപടി പറയുന്നത്. അതുകൊണ്ട് കേരളത്തിലെ മുജാഹിദുകളോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, KM മൗലവി പറയുന്നതാണോ സ്വീകരിക്കേണ്ടത്? അതല്ല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പച്ചക്കുപ്പ തട്ടി തകർക്കണമെന്ന് പറഞ്ഞ ഈ സക്കറിയ സലാഹി എന്ന് പറയുന്ന ഈ മനുഷ്യൻ പറയുന്നതാണോ വിശ്വസിക്കേണ്ടത് എന്നാണ് മുജാഹിദുകളോടും മുസ്ലിമീകളോടും ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. അതുകൊണ്ട് ഞങ്ങളുടെ ചോദ്യം ഞങ്ങൾ ആവർത്തിക്കുന്നു. 7 ചോദ്യത്തിന് മറുപടിയില്ല. 8ാമത്തെ ചോദ്യം ഞങ്ങൾ ചോദിക്കുകയാണ്. ഇബ്നു തൈമിയ്യക്ക് മുമ്പ് തർക്കത്തിലിരിക്കുന്ന ഇസ്തിഗാസ മുഅ്ജിസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ അടിമയും റസൂലുമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് മഹാത്മാക്കളോട് ഇസ്തിഗാസ നടത്തുന്നത് ശിർക്കാണെന്ന് ഏതെങ്കിലും അംഗീകൃത സ്വഹാബി വര്യന്മാർ പറഞ്ഞിട്ടുണ്ടോ? ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കണം. സ്വയതെങ്കിലും സ്വഹാബി പറഞ്ഞിട്ടുണ്ടോ? അംഗീകൃത സ്വഹാബി, അംഗീകൃത പണ്ഡിതൻ എന്നാണ് ഞാൻ ചോദിക്കാൻ കരുതുന്നത്. അത് സ്വഹാബി ആക്കിയതാണ്. അത് ആ പദം പോണം. സ്വഹാബി പറഞ്ഞിട്ടുണ്ടോ? സഹാബിയുടെ കാലത്ത് മഹാന്മാരെ വിളിച്ചു തേടുന്ന ഒരൊറ്റ മുസ്ലിമുമില്ല. അതുകൊണ്ട് തർക്കത്തിലിരിക്കുന്ന ഇസ്തിഗാസ മുസ്ലിങ്ങളോട് ശിർക്കാണെന്ന് പറയേണ്ട പ്രശ്നം അവിടെ ഉണ്ടായിട്ടില്ല. ഇല്ലാത്ത പ്രശ്നത്തിന് മസാല പറയാം. ഞങ്ങളെ ഫുഖഹാക്കളെ മാതിരി അല്ലേ, ഒരാൾ മരിച്ചു എന്നിട്ട് അയാൾ തന്നെ നൊട്ടുപോയി കുളിച്ചു, ഇങ്ങനെയൊക്കെ മസാല അല്ലേ? അങ്ങനത്തെ മസാല പറയല ആ പണി എല്ലാ സഹാബികൾക്ക്. ഇത്രയും കാലം നിങ്ങൾ ചോദിച്ചിരുന്നത് ഇബ്നു തൈമിയ്യക്ക് മുമ്പ് ഏതെങ്കിലും പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ടോ എന്നാണ്. നിങ്ങൾ ഇവിടെ വിഷയാവതരണത്തിലും പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇമാം അഹമ്മദ് പറഞ്ഞിട്ടുണ്ട്, ഇമാം ഖത്താബി പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഞങ്ങൾ ഇത് തെളിവുദ്ധരിച്ചത് ഇബ്നു ഹജർ അസ്ഖലാനിയുടെ ഫത്ഹുൽ ബാരിയിൽ നിന്നാണ്. അബ്ദുൽ ഖാദർ ജീലാനി പറഞ്ഞു ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞു സഹാബി പറയണം. സഹാബികളുടെ കാലത്ത് നിങ്ങൾ ഇന്ന് ഈ പറയുന്നത് പോലെ മുസ്ലിമീങ്ങൾ അമ്പിയാക്കളെയും ഔലിയാക്കളെയും വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നോ? എന്നാലല്ലേ അത് ശിർക്കാണെന്ന് പറയേണ്ടതുള്ളൂ. ഇപ്പൊ നിങ്ങളൊരു പുതിയ വിദേഹത്ത് ഉണ്ടാക്കിയിട്ട് ആ വിദേഹത്ത് തെറ്റാണെന്ന് അന്ന് പറഞ്ഞോ? അന്ന് വിദേഹത്തില്ലല്ലോ. അന്ന് വിദേഹത്ത് ഉണ്ടാകുമ്പോഴല്ലേ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ മൗലിദ് 4 ഇമാമിയങ്ങൾ ഹറാമാന്ന് പറഞ്ഞോ? അല്ല, ഇമാമികളാലത്ത് മൗലിദുണ്ടോ? അതുകൊണ്ട് ഈ തരത്തിലുള്ള ബാലിശമായ ചോദ്യം മൂപ്പർക്ക് തീർന്നു. മൂപ്പർക്ക് ഇപ്പൊ ഏതൊക്കെയോ ബാലിശമായത്. അപ്പൊ ഇവിടുന്ന് പഠിച്ചു വെച്ചിരുന്ന സഹാബി അത് മാറിയൊന്നൊരു സംശയം. ആ ജാതി കളിയുണ്ടെന്ന് കാര്യമില്ല. സഹാബി പറഞ്ഞതാണ് ഇപ്പോ ഇവർക്ക് തെളിവ്. ഖുർആൻ ഞങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. പിന്നെ ഇജ്മാ ഉണ്ടോ ഖിയാസ് ഉണ്ടോ? ഖുർആനും സുന്നത്തും കിട്ടാത്ത വിഷയത്തിനാണ് നമ്മൾ ഇജ്മായും ഖിയാസ് ഉദ്ധരിക്കേണ്ടത്. നിർവചനമല്ല വേണ്ടത്, വിശദീകരണമാണ്. മുപ്പരിചാരം നിർവചനം നമ്മളേക്കല്ല എന്നാ കുറെ കാലായി ശിർക്കിന്റെ നിർവചനം കൊട്ടപ്പുറത്തുനിന്ന് ചോദിച്ചിട്ട് കിട്ടിയിട്ടില്ല, അവിടുന്ന് ചോദിച്ചു കിട്ടിയിട്ടില്ല എന്നർക്കല്ലേ. ഇപ്പൊ വളവൽ മഅബൂദിയ്യത്ത് ഫീ ഗൈരില്ലാ എന്ന് പറഞ്ഞപ്പോ ഇപ്പൊ അത് വേണ്ട. മുപ്പർക്ക് ഇപ്പൊ വിശദീകരണ വേണ്ടത്. പ്രാർത്ഥനയുടെ നിർവചനം ചോദിച്ചു, പൈജൂരിയിൽ നിന്നും ധരിച്ചു. അപ്പൊ പിന്നെ വിശദീകരണമാണ് വേണ്ടത്. ആര് വിശദീകരിക്കണം? ഞങ്ങൾ വിശദീകരിച്ച് ഞങ്ങൾ സമ്മതിക്കോ? പിന്നെ ഞങ്ങൾ മുജ്തഹിദുകളാണെന്നാ മൂപ്പര് ഞങ്ങളത് പറഞ്ഞിട്ടില്ല, മുത്തബികളാണെന്നാ ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾ മുജ്തഹിദാണെന്ന് അവകാശപ്പെട്ടിട്ടില്ല. നിങ്ങൾ മുഖല്ലിദുകളാണെന്ന് പറയുകയും മുജ്തഹിദ് ചമയുകയും ചെയ്യുകയാണ്. നിങ്ങൾ ഉദ്ധരിച്ച ഈ ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കൽ അനുവദിക്കപ്പെട്ടതാണെന്ന് ഒരൊറ്റ പണ്ഡിതനും പറഞ്ഞിട്ടില്ല. അത് നിങ്ങളുടെ സ്വന്തം വക ഇജ്തിഹാദാണ്. ഇജ്തിഹാദിന്റെ വാതിൽ അടച്ചു എന്ന് പറയുകയും എന്നിട്ട് മൂരി പിഞ്ഞാണ കടയിൽ കയറിയതുപോലെ ഇജ്തിഹാദിന്റെ വാതിൽ തള്ളി തുറന്ന് ചവിട്ടിപ്പൊട്ടിച്ച് നിങ്ങൾ സ്വന്തം ഇജ്തിഹാദ് നടത്തി ശിർക്ക് സ്ഥാപിക്കുകയാണ്. ആ ഇജ്തിഹാദിന്റെ കോട്ടകളാണ് ഞങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ തകർന്നു പോയിരിക്കുന്നത്. നിങ്ങൾ വിയർക്കും, ഇനിയും വിയർത്തുകൊണ്ടേയിരിക്കും. ഇവിടുന്ന് പോയാലും 2 ദിവസം ഉറക്കം വരൂല. കാരണം ആ തരത്തിലുള്ള വിഷയമാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾ ഇത്രയും കാലം മുഖാമുഖം എന്ന പ്രഹസനം നടത്തി സ്ഥാപിച്ചിട്ടുള്ള ശിർക്കാണ് ഇവിടെ ഞങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. പിന്നെ മൂപ്പര് പറയാണ് പച്ചക്കുപ്പ തകർക്കണമെന്ന് പറഞ്ഞ ആളാണ്. പറയുന്നേട്ടാത്തൊന്നും പച്ചക്കുപ്പ സഹാബികളിട്ട് ഉണ്ടാക്കിയതാണ്. കലാമൂൻ എന്ന് പറയുന്ന ഈജിപ്ഷ്യൻ രാജാവ് അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരുടെ വീടുകൾ ഹുജറാത്തുകൾക്കുമേലെ ഒരു ഖുബ്ബയുണ്ടാക്കിയിട്ടുണ്ട്. 5-6 നൂറ്റാണ്ടുകൾക്ക് ശേഷം ആരോ ഉണ്ടാക്കിയ ഖുബ്ബക്ക് അത് ഇസ്ലാമിൽ എന്ത് സ്ഥാനമാണുള്ളത്? അത് തകർക്കാൻ വേണ്ടി പല പണ്ഡിതന്മാരും ഫത്വ കൊടുത്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഞങ്ങൾ എന്നെ പറയാൻ അനുവദിക്കണം, അത് ഒരു മര്യാദയാണ്. നമ്മൾ മുഖാമുഖം ഇരിക്കുമ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണമല്ലോ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ നിൽക്കുന്ന ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീടും മറ്റു ഹുജറാത്തുകളും അതിന് എത്രയോ മീത ഒരു പച്ചക്കുബ്ബ പിൽക്കാലത്ത് ഉണ്ടാക്കി. ആ കുബ്ബ ഒഴിവാക്കി ആ വീട് അതുപോലെ നിലനിർത്തണം എന്നാണ് സലഫി പണ്ഡിതന്മാർ പലരും പറഞ്ഞിട്ടുള്ളത്. അബ്ദുൽ അസീസ് രാജാവ് അത് പൊളിക്കാൻ വേണ്ടി തീരുമാനിച്ചതായിരുന്നു. പക്ഷെ വേറെ കുറെ ആളുകൾ നബിയുടെ ഖബർ പൊളിക്കുന്നു എന്ന് ദുഷ്പ്രചാരണം നടത്തി സൗദി അറേബ്യയുടെ കോൺസുലേറ്റുകൾക്ക് മുമ്പിൽ ഷഹീദാകാൻ നിന്നപ്പോ കുറെ ആളുകൾ മരിച്ചിട്ടുണ്ടെന്ന് അത് പൊളിക്കണ്ട എന്ന് വിചാരിച്ചവർ ബാക്കി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ കാര്യം അത് ഞാൻ പറഞ്ഞതെപ്പോഴാണെന്നോ ഇവർ ചോദിച്ചു, ഞങ്ങൾക്ക് ജാറം കെട്ടാനുള്ള തെളിവ് റസൂലുള്ളാഹിന്റെ ഖുബ്ബയാണ്, റസൂലുള്ളാഹിന്റെ ഖബറിനുള്ള ഖുബ്ബയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു റസൂലുള്ളാഹിന്റെ ഖബറിനുള്ള ഖുബ്ബ സഹാബികൾ ഉണ്ടാക്കിയതല്ല,
സഹാബികളും താബികളും ഉണ്ടാക്കിയതാ. പിൽക്കാലത്ത് ഏതോ ഈജിപ്ഷ്യൻ രാജാവ് ഉണ്ടാക്കിയതാണ്. അതെന്ത് തെളിവ്? അതാണോ ഇസ്ലാമിൽ തെളിവ്? എന്നാ നിങ്ങളത് തകർക്കണ്ടേ? നിങ്ങൾ വഹാബിയുടെ ഗവൺമെന്റ് അല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, വഹാബിയുടെ ഗവൺമെന്റ് എന്ന് പറഞ്ഞിട്ട് കണ്ടോ, ഞങ്ങൾക്ക് കേരളം നത്തുൽ മുജാഹിദീൻ അല്ലല്ലോ അവിടുത്തെ ഭരണം, ഞങ്ങളോട് പൊളിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് പൊളിക്കാൻ കഴിയോ എന്ന് ഞാൻ ചോദിച്ചു. അതാണ് ഇതിന്റെ സാഹചര്യം. ഒരേ കാലങ്ങളായിട്ട് നബിയുടെ കുബ്ബ പൊളിക്കണം എന്ന് പറഞ്ഞപ്പോൾ സഹാബികൾ ഉണ്ടാകുന്നെന്ന് തോന്നും. കലാബൂൻ എന്ന ഈജിപ്ഷ്യൻ രാജാവ് പിൽക്കാലത്ത് ഉണ്ടാക്കിയതാണ്. ഇത്ര 500 ശേഷമാണ് അത് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അതൊന്നും പറഞ്ഞ് പ്രകോപനം ഉണ്ടാക്കേണ്ട വിഷയമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം അടിമയും റസൂലും എന്ന് വിശ്വസിച്ചുകൊണ്ട് വിളിച്ചാൽ ശിർക്കാവും. ഞങ്ങൾ ഓതിയ ആയത്ത് അതിന് തന്നെയാണ്, വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ് എന്നത്. അതാരാ? ഈസാ നബിയെ, ഉസൈർ നബിയെ, അതുപോലെ മരിച്ചുപോയ അമ്പിയാക്കളൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളെ സംബന്ധിച്ച്, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ക്രിസ്ത്യാനികൾ, ഉസൈർ നബിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന യഹൂദികൾ, ഇബ്രാഹിം നബി ഇസ്മായിലിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മക്കാ മുശ്രിക്കുകൾ, ഇവരൊക്കെ ആകാശത്തുള്ള ഈസാ നബിക്ക് പോലും ഉത്തരം ചെയ്യാൻ കഴിയുകയില്ല എന്നാണ് അതിന്റെ തഫ്സീറിൽ മുഫസ്സിറുകൾ പറഞ്ഞത്. മൗലവി സാഹിബ് തീരെ ശ്രദ്ധിച്ചില്ല. സഹാബത്ത് ചെയ്തിരുന്നോ? സഹാബികളാണെങ്കിലും ഇത് ശിർക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നാ എന്താ ചോദ്യം. അതിന് മറുപടി പറഞ്ഞത് എന്താ മൗലവി? ഇതാരും ചെയ്തിരുന്നില്ല. മൗലവി സാഹിബ്, നിങ്ങൾ ഈ പറയുന്ന പ്രവണത നിങ്ങളുടെ പ്രസംഗത്തിന്റെ ആദ്യത്തിൽ പറഞ്ഞു. വിശുദ്ധ ഖുർആനിന്റെ അവതരണ കാലത്തും തുടർന്നും മുശ്രിക്കുകൾ ഇത് ചെയ്തിരുന്നു എന്ന് നിങ്ങൾ ആദ്യം പറഞ്ഞു. നിങ്ങൾക്ക് സ്വബോധം നഷ്ടപ്പെട്ടു മൗലവി. നിങ്ങളത് കാസറ്റ് കേൾക്കൂ. മുശ്രിക്കുകൾ ചെയ്തിരുന്നു എന്നാ നിങ്ങൾ ആദ്യം പറഞ്ഞത്. ഇപ്പൊ പറയുന്നു അത് അങ്ങനെ ചെയ്തിട്ടില്ല. അങ്ങനെ നിങ്ങളെ കൊണ്ട് ഞങ്ങളത് പറയിപ്പിക്കും. അതാ ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ ചോദ്യം പ്രസക്തമാണ്. 7 ചോദ്യത്തിനും 8ാമത്തെ ചോദ്യത്തിനും മറുപടി പറഞ്ഞിട്ടില്ല. ഇപ്പൊ മൗലവി സാഹിബ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പച്ചക്കുബ്ബ തട്ടി തകർക്കുമെന്നതിന് ന്യായം നിരത്താൻ ശ്രമിക്കുകയാണ് മൗലവി. നിങ്ങൾക്കൊരിക്കലും അതിന് ന്യായം നിരത്താൻ കഴിയില്ല. നിങ്ങൾക്ക് പൂർവീക മുസ്ലിമീകൾ അംഗീകരിച്ചു വന്ന ആചാരത്തെ നിങ്ങൾ ശുർക്കും കൂഫറുമാക്കി ദുർവ്യാഖ്യാനിക്കുന്ന പ്രവണത വിവരമുള്ളവരുടെ മുമ്പിൽ വിലപ്പോവുകയില്ല മൗലവി സാഹിബ്. ഈ കാര്യം നിങ്ങൾ ഓർക്കണം. പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ പറയുന്നത് സഹാബത്ത് ചെയ്തിട്ടില്ല എന്നാണ്. ഞങ്ങൾ പറയാം, സഹാബത്ത് ചെയ്തിരുന്നു. നേരത്തെ ഇവിടെ വായിച്ചതാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്, തൗഹീദിന്റെ കാവലാളായിരുന്നു. ആ ഉമറുൽ ഫാറൂഖിന്റെ സാന്നിധ്യത്തിൽ, ഉമറുൽ ഫാറൂഖിന്റെ ഭരണകാലത്ത് ഹബീബായ റസൂലുള്ളാഹിയുടെ ഖജാറത്തുകൾ ചെന്നുകൊണ്ട് യാ റസൂലുള്ളാഹി ഇസ്തസ്ഖിനി ഉമ്മത്തിക ഫഇന്നഹും ഖദ് ഹലകൂ, നബിയെ ഞങ്ങൾക്ക് മഴ വേണമെന്ന് ഖബറിന്റെ അരികിൽ ചെന്ന് പറഞ്ഞു എന്ന് നിങ്ങളുടെ ഇബ്നു തൈമിയ്യ തന്നെ പറയുന്നു. ഒരുപാട് സംഭവങ്ങൾ ഇതുപോലെ റസൂലുള്ളാഹി തങ്ങളുടെ സ്വഹാബികളുടെ കാലത്ത് സംഭവിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ ശൈഖുൽ ഇസ്ലാമായി അംഗീകരിക്കുന്ന ഇബ്നു തൈമിയ്യയുടെ ഇഖ്തിദാഉ സിറാത്തുൽ മുസ്തഖീമിന്റെ 407ാമത്തെ പേജിൽ ഈ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന കാര്യം നിങ്ങൾ മറക്കാൻ പാടില്ല. KM മൗലവിയുടെ ഫത്വയെ കുറിച്ച് ഞാൻ ചോദിച്ചു. അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. KM മൗലവിയെ കുറിച്ച് നിങ്ങളുടെ പുസ്തകത്തിൽ അനുസ്മരണ ഗ്രന്ഥത്തിൽ പറയുന്നത് എന്താണ്? KM മൗലവി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഫത്വകൾ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ അത് വളരെ ബദ്ധശ്രദ്ധമായ, വളരെ ശക്തമായ, അതാ ചിരിക്കണ്ട, ഞാൻ കാണിച്ചു തരാം. ചിരിക്കണ്ട, നിങ്ങളെ കൊണ്ട് ഞങ്ങൾ ഇത് കാണിപ്പിക്കും. KM മൗലവി സ്മാരക ഗ്രന്ഥം നിങ്ങൾ നോക്കൂ. ഇതിൽ നിങ്ങൾ പറയുന്നത് എന്താണ്? നിങ്ങളുടെ നേതാക്കൾ പറയുന്നത് ആരാ ഇത് എഴുതിയത്? ചില്ലറക്കാരല്ല. EK മൗലവി, NB അബ്ദുസ്സലാം മൗലവി, PM മുഹമ്മദ് മൗലവി, K ഉമർ മൗലവി, KP മുഹമ്മദ് ബിൻ അഹമ്മദ് മൗലവി, KK മുഹമ്മദ് മൗലവി, T കുഞ്ഞി മൊയ്തി മൗലവി തുടങ്ങിയവർ രചിച്ചതാണ്. അവർ പറയുന്നത് എന്താ? മൗലാനയുടെ ഫത്വകളെല്ലാം വിശുദ്ധ ഖുർആനിനെയും റസൂൽ തിരുമേനിയുടെ ഹദീസിനെയും പ്രമുഖന്മാരായ പണ്ഡിതന്മാരാൽ എഴുതപ്പെട്ട മതഗ്രന്ഥങ്ങളെയും അടിസ്ഥാനമാക്കി എഴുതിയിട്ടുള്ളതാണ്. ഈ പുസ്തകത്തിന്റെ 66ാമത്തെ പേജിൽ പറയുന്നു. ആ KM മൗലവിയുടെ ഫത്വയാണ് ഞാൻ വായിച്ചത്. എന്താണ്? യാ സുൽത്താൻ അൽ ആരിഫീൻ അഖിഫ്നി എന്ന് പറഞ്ഞാൽ അത് ശിർക്കല്ല, അത് ശറഇൽ ശിർക്കാണെന്ന് പറയൽ ജായിസല്ല എന്ന് അദ്ദുആ വൽ ഇബാദ എന്ന വഹാബി പ്രസ്ഥാനം ഇവിടെ ഉണ്ടാക്കിയ KM മൗലവിയാണ് പറയുന്നത്. നിഷേധിക്കാൻ കഴിയുമോ? അതുകൊണ്ട് തന്നെ നിങ്ങൾ പറഞ്ഞത് മുഴുവനും അസംബന്ധമാണെന്ന് കണ്ണും കാതുമുള്ള മുഴുവൻ ആളുകളും പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങൾ തൗഹീദിന്റെ ബഹറിൽ മുങ്ങിക്കുളിച്ചവർക്ക് പിന്നെ ഇസ്തിഗാഥ ചെയ്യാൻ പറ്റില്ലല്ലോ എന്നാണ് നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾക്ക് അവിടെയും വിവരക്കേട് സംഭവിച്ചിരിക്കുന്നു. മഹാരഥന്മാരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ പഠിപ്പിക്കുന്നു. തഫ്സീർ റൂഹുൽ ബയാൻ 3-ാം വാള്യം 296ാമത്തെ പേജിൽ പറഞ്ഞു, നിങ്ങൾ ഓതിയ ആയത്തുണ്ടല്ലോ, വഇൻ തദ്ഉഹും ഇലൽ ഹുദാ ലാ യസ്മഉ എന്ന് ഓതിയ ആയത്ത്
ആ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, വഹാദാ ബിഖിലാഫി തവജ്ജുഹി ഇലാ റൂഹാനിയത്തിൽ അംബിയാഇ വൽ ഔലിയാ. അംബിയാക്കളുടെയും ഔലിയാക്കളുടെയും മഹാത്മാക്കളുടെ റൂഹുകളിലേക്ക് ആത്മാവുകളെ കൊണ്ട് തവസ്സുലും ഇസ്തിഗാസയും ചെയ്യുന്നതിന് ഈ ആയത്തും ഇതുപോലുള്ള ആയത്തുകളും ഒരിക്കലും എതിരല്ല. ഫഇന്നൽ ഇസ്തിംദാദ മിൻഹും വതവസ്സുല ബിഹിം വൽഇൻതിസാബ ഇലൈഹിം. അവരിൽ നിന്ന് സഹായം ചോദിക്കൽ, അവരിലേക്ക് ചെന്ന് ചേരലുമൊക്കെ അള്ളാഹുവിന്റെ താല്പര്യക്കാരാണ് എന്ന നിലക്ക് അത് ഫിൽ ഉമൂരിൽ ലാഹിറതി വൽ ബാത്തിന, ഭൗതികവും അഭൗതികവുമായ വിഷയങ്ങളിൽ സഹായം ചോദിക്കൽ ലഹു ഗായാത്തുൻ ജദീദ, അതിന് വളരെ വലിയ ഫലമുണ്ട്. വലൈസ ദാലിക ബിശിർകിൻ അസ്ലാ, അതൊരിക്കലും ശിർക്കല്ല, ശിർക്കല്ല. കെ.എം. മൗലവി മാത്രമല്ല പറയുന്നത്, തഫ്സീർ റൂഹുൽ ബയാൻ, വിശ്രുതമായ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥം, അതിലാണ് ഈ കാര്യം പറയുന്നത്. പിന്നെയോ ബൽ ഹുവ ഐനു തൗഹീദ്, അത് തൗഹീദിന്റെ സത്തയാകുന്നു. അപ്പൊ തൗഹീദിന്റെ സത്തയിൽ മുങ്ങിക്കുളിച്ചവർക്ക് ഇസ്തിഗാസ ചെയ്യുന്നതിന് തടസ്സമല്ല. മൗലവി സാഹിബ് ഇത് കണ്ടിട്ടുണ്ടാവില്ല. വായിക്കണം നിങ്ങൾ, വായിപ്പിക്കും ഞങ്ങൾ, ചോദ്യങ്ങൾക്ക് മറുപടിയില്ല. ഇപ്പൊ റാജിനെ വിട്ട് മൂപ്പര് ഇപ്പൊ റൂഹുൽ ബയാനുമേ കൂടി. റൂഹുൽ ബയാൻ വായിക്കുന്നല്ല, കാന്തപുരത്തിന്റെ ബുക്ക് വായിച്ചോളൂ മുസ്ലിയാരെ. ആയിരങ്ങൾക്ക് 1000 ശേഷം ജീവിച്ച ഇസ്മായിലുൽ ഹിഖി എന്ന ബാത്തിനിയാക്കളെ തഫ്സീർ അത് തെണ്ടിപ്പരിക്ക് എഴുതി കൂട്ടിയ റൂഹുൽ ബയാൻ, അതത്ര വലിയ തെളിവ്. ഇതിനും നല്ലത് അബൂബക്കർ മുസ്ലിയാർ കാന്തപുരത്തിന്റെ പുസ്തകം വായിക്കലായിരുന്നു. നാണമുണ്ടോ മുസ്ലിയാരെ? ഇത്രയും വലിയ ഒരു സദസ്സിൽ വെച്ചിട്ട് റൂഹുൽ ബയാൻ എന്ന ഈ എത്രയോ പിൽക്കാലക്കാരനായ ഹിജ്റ 1000 ശേഷം ജീവിച്ച ഒരാളെ തഫ്സീർ എടുത്ത് വായിക്കണേ. അതാണ് ഇപ്പൊ വലിയ തെളിവ്. മുസ്ലിയാരെ, ചോദ്യം നിങ്ങളെ കയ്യിലില്ലെങ്കിൽ കെ.എം. മൗലവിന്റെ ഫലായിൽ പറഞ്ഞ് നേരം കളയണോ? എന്തൊരു ഗതികേടാ. കെ.എം. മൗലവിന്റെ ഫലായിലാപ്പോ നിങ്ങളെ കൊണ്ടത് പറയിപ്പിക്കുകയാണ്. കെ.എം. മൗലവിയുടെ ഫലായില് പറഞ്ഞ് നിങ്ങൾ മൗലൂദ് ഓതിപ്പോകുന്ന അവസ്ഥയിലേക്കാ എത്തുന്നത്. അതൊരിക്കലും ഇവിടെ വേണ്ട എന്ന് ഞങ്ങൾ പറയാണ്. പിന്നെ മൂപ്പര് പറയുന്നത് പൂർവീക മുസ്ലിമീങ്ങൾ ആചരിച്ചതാണെന്ന. ആരാ ഇസ്ലാമിലെ പൂർവികര്? ഖൈറു ഉമ്മത്തി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. അതാണ് അംഗീകരിക്കപ്പെട്ട പൂർവികർ. സഹാബികളുടെ തലമുറ, ഒന്നാമത്തെ തലമുറ, ഈ സമുദായത്തിലെ ഏറ്റവും ഉത്തമർ. തൊട്ടടുത്ത സഹാബത്തിനെ തുടർന്ന് വന്ന് താബിയുകൾ, പിന്നെ അതിനടുത്ത താബികൾ. അവർക്ക് ശേഷം കുറെ ആളുകൾ വരും, അവരാവശ്യമില്ലാതെ സത്യം ചെയ്യും, വിശ്വസ്തരായിരിക്കില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാക്കിയതാണ് ആ പച്ചക്കുബ. പിന്നെ പൂർവീക മുസ്ലിമീങ്ങൾ ആചാരം, അത് ഇസ്ലാമിൽ തെളിവാ? ഇസ്ലാമിൽ പാരമ്പര്യ തെളിവ്, ഇസ്ലാമിൽ പരിശുദ്ധ ഖുർആനാ തെളിവ്, റസൂലുള്ളാഹിന്റെ ഹദീസാ തെളിവ്. പിന്നെ അതിനെ സലഫുകൾ എങ്ങനെ മനസ്സിലാക്കി? സലഫുകൾ എന്ന് പറഞ്ഞാൽ സഹാബികൾ, താബികളാണ്. അവരാരും പച്ചക്കുമ്പുണ്ടാക്കിയിട്ടില്ല. പിന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സാന്നിധ്യത്തിലെത്തി, അത് കളവാണ്. ഉമർ റളിയല്ലാഹുവിന്റെ സാന്നിധ്യത്തിൽ വെച്ചൊന്നല്ല. അത് ആ റിപ്പോർട്ടിൽ എന്തേ പറഞ്ഞിട്ടുള്ളൂ? ഒരാള് റസൂലുള്ളാഹിന്റെ ഖബറിക വന്നിട്ട് ഇസ്തസ്കിൽ ഉമ്മത്തിക എന്ന് പറഞ്ഞു. ജാ റജുലുൻ, ഏതോ ഒരു റജുലു വന്നു. എന്നിട്ടോ അയാൾ ഇസ്തസ്കിൽ ഉമ്മത്തിക എന്ന് പറഞ്ഞതാണ് ഇസ്ലാമിലെ തെളിവ്. അയാൾ മുസ്ലിമാണോ കാഫിറാണോ എന്ന് കൂടി അറിയില്ല. ഇസ്ലാമിലെ തെളിവെന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരപ്പെട്ട ഹദീസ്. അതാണോ ഇത്? റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം ഏതോ ഒരാൾ ചെയ്തത് ഇസ്ലാം ദീനിന്റെ തെളിവാണ്. അത് ഉമർ റളിയല്ലാഹു അൻഹു അംഗീകരിച്ചു അത്രേ. ഏത് റിപ്പോർട്ടിലാണുള്ളത്? നിങ്ങൾ വായിക്കണം. ഇവിടെ മുസന്നഫ് എന്ന് വായിച്ചാലും തിരക്കടില്ല. അതുപോലെ തന്നെ ഇബ്നു കസീറിന്റെ വിദായ എന്ന് വായിച്ചാലും കുഴപ്പമില്ല. ഉമർ റളിയല്ലാഹു അൻഹു അത് അംഗീകരിച്ചില്ലേ എന്നാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് പോയിട്ട്, ഇതാ ഞാൻ റസൂലുള്ളാഹിന്റെ ഖബറിങ്ങന്ന് വരികയാണ്, ഞാൻ റസൂലിന്റെ ഖബറിങ്ങ പോയിട്ട് ഇസ്തസ്കിൽ ഉമ്മത്തിക്കാന്ന് പറഞ്ഞു. അപ്പൊ റസൂൽ എനിക്ക് സ്വപ്നത്തിൽ വന്നു, നിങ്ങളെ സ്വപ്നം കണ്ടപ്പോ നിങ്ങൾക്ക് സലാം അറിയാൻ പറഞ്ഞിട്ട് എന്ന് ഉമർ റളിയല്ലാഹുവിന്റെ അടുത്ത് പോയിട്ട് ഈ കണ്ട വ്യക്തി പറഞ്ഞത് ഒരൊറ്റ തെളിവില്ല. പിന്നെ സഹാബിയാണെന്നൊരു ജൽപ്പന അവർക്കുണ്ട്. അത് സൈഫിന്റെ റിപ്പോർട്ടാണ്. സിന്ദീഖ് എന്നുവരെ മുഹദ്ദിസുകൾ പറഞ്ഞിട്ടുള്ള സൈഫിന്റെ അൽഫുത്തു എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട് ബിലാൽ ബിൻ ഹാരിസ് ആണെന്ന്. പ്രാമാണികനായ ഒരാൾക്ക് തെളിയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ജാ റജുലുൻ എന്നതാണ്. ഏതോ ഒരു വ്യക്തി വന്നു. ഉമർ റളിയല്ലാഹു അൻഹു അംഗീകരിച്ചു എന്ന് നിങ്ങൾ ശുദ്ധ കളവ് പറഞ്ഞതാണ്. നിങ്ങൾക്കത് വായിക്കാൻ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ഏതെങ്കിലും ഒരു റിപ്പോർട്ടിലുണ്ടോ, മുസന്നഫിലുണ്ടോ, ബിദായയിലുണ്ടോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് പോയിട്ട് ഞാൻ റസൂലുള്ളാഹിന്റെ ഖബറിങ്ങ പോയി ഇസ്തസ്കിൽ ഉമ്മത്തിക്കാന്ന് പറഞ്ഞു, എന്നിട്ട് എനിക്ക് സ്വപ്നത്തിൽ വന്നു എന്ന് ഉമർ റളിയല്ലാഹുവിനോട് പറയുകയും എന്നിട്ട് ഉമർ അത് അംഗീകരിക്കുകയും ചെയ്തു എന്ന് നിങ്ങൾ ഇവിടെ തെളിയിക്കണം. അത് തെളിയിക്കാൻ നിങ്ങളെ കൊണ്ട് ഒരിക്കലും തന്നെ സാധിക്കുകയില്ല. പിന്നെ ഇവിടെ യാചന നടത്തണ്ട്, ചോദ്യം നടത്തണ്ട്, ഹർജി നടത്തണ്ട്. പോലെ അതൊന്നും നമ്മളെ ചർച്ചാ വിഷയമല്ല. പ്രാർത്ഥനയുടെ പര്യായമായ സഹായാർത്ഥന, അതാ നമ്മളെ ചർച്ചാ വിഷയം. പ്രാർത്ഥനയുടെ പര്യായമായ സഹായാർത്ഥന. ദുആ എന്നതിന്റെ സാങ്കേതിക അർത്ഥം എന്താണ്?
ദുആ എന്നുള്ളത് പല അർത്ഥത്തിലും ഭാഷയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. കല്യാണത്തിന് വിളിക്കുന്നതിനെ പറ്റി പറയാറുണ്ട്, പ്രബോധനം നടത്തുന്നതിനെ കുറിച്ച് പറയാറുണ്ട്. നമ്മളെ തർക്കം നിങ്ങൾ ഇവിടെ രണ്ടു കൂട്ടരും എഴുതി ഒപ്പിട്ടെന്താ പ്രാർത്ഥനയുടെ പര്യായമായ സഹായം തേട്ടം. അത് പാടുന്ന സഹായം തേട്ടം എന്ന് പറഞ്ഞാലും പ്രാർത്ഥന എന്ന് പറഞ്ഞാലും യാതൊരു കുഴപ്പമില്ല എന്നാണ്. ഔലിയാക്കന്മാരോട് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാലും ഔലിയാക്കന്മാരോട് സഹായം തേടി എന്ന് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല എന്നാണ്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ മുസ്ലിം അല്ല എന്നാണ് ഖൗലുസദീദ് നിങ്ങൾ എഴുതിയിട്ടുള്ളത്. എന്നാൽ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരോട് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് ഒരു മുസ്ലിമും പറഞ്ഞതായി കേൾക്കുവാനോ അറിയുവാനോ ഇടവന്നിട്ടില്ല. അങ്ങനെ ഒരു മുസ്ലിമും പറയുന്നതുമല്ല. അപ്പൊ പറഞ്ഞ അലവി സഖാഫിയും അത് സ്ഥാപിച്ചവരും മുസ്ലിങ്ങളല്ല എന്ന് നിങ്ങളുടെ ഒന്നാമത്തെ പ്രസിഡന്റ് റഷീദുദ്ദീൻ മൂസംസിയാർ എഴുതി. അന്നത്തെ 8 സുന്നി പണ്ഡിതന്മാര് പരിശോധിച്ച പുസ്തകമാണ് ഖൗലുസദീദ് എന്ന് പറയുന്നത്. ഒരൊറ്റ മുസ്ലിമും അങ്ങനെ പറയുകയില്ല എന്നാണ് വ്യക്തമായി തന്നെ അതിൽ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ഇപ്പൊ നിങ്ങൾ പഠിപ്പിക്കുന്ന എന്താറിയോ, മൊയ്യദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അനുവദനീയമാണോ? ഉത്തരം അനുവദനീയമാണ്. ഫതാവ മുഹയ്യിസുന്നയില് നിങ്ങളെ പൊന്മള ഉസ്താദ് പഠിപ്പിക്കുന്നതാണ്. അപ്പോ അങ്ങനെ പറഞ്ഞാൽ അത് ശിർക്കാണ്, ഒരു മുസ്ലിം അത് പറയുകയില്ല എന്നാണ് ആദ്യകാലത്ത് നിങ്ങൾ പഠിപ്പിച്ചിരുന്നത്. അസ്സലാമു അലൈക്കും. ഇനി 10 മിനിറ്റ് അവലോകനം, 10 മിനിറ്റ് 20 മിനിറ്റ് അവലോകനം, 2 വിഭാഗവും. അത് നറുക്കെടുപ്പിലൂടെയാണ്. അത് ആദ്യത്തെ ആരാണെന്നുള്ളത് നറുക്കെടുക്കുക. നറുക്കെടുക്കട്ടെ, എല്ലാവരും സമ്മതല്ലേ? അസ്സലാമു അലൈക്കും. നറുക്ക് അനുസരിച്ച് അവലോകനത്തിന് ആദ്യമായി മുജാഹിദ് വിഭാഗത്തിനാണ് ചാൻസ് കിട്ടിയിട്ടുള്ളത്. 10 മിനിറ്റാണ് സമയം. അതിനുശേഷം സുന്നി പക്ഷം അവലോകനം നടത്തും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരന്മാരെ, കേരളീയ മുസ്ലിം സമൂഹത്തിൽ സജീവമായി ചർച്ചാ വിഷയമായ അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നതിനെ പറ്റിയുള്ള ചർച്ച രാവിലെ മുതൽ ആരംഭിച്ച് ഇവിടെ അവസാനിക്കുകയാണ്. വിശുദ്ധ ഖുർആനിന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥന നടത്തുവാൻ പാടുള്ളൂ എന്നും അല്ലാഹുവല്ലാത്ത ആരോട് നടത്തുന്ന പ്രാർത്ഥനയും ശിർക്കാണ് എന്നും മുജാഹിദ് വിഭാഗം വളരെ കൃത്യമായി ഇവിടെ തെളിയിക്കുകയുണ്ടായി. എന്നാൽ ദുർവ്യാഖ്യാനങ്ങളും ദുർന്യായങ്ങളും നിരത്തി വിശുദ്ധ ഖുർആനിന്റെ ഈ സന്ദേശം തകർക്കാമെന്ന വ്യാമോഹം ദയനീയമായി പരാജയപ്പെടുന്നതാണ് ഇവിടെ നടന്ന ചർച്ചയിൽ നാം കണ്ടത്. വിഷയാവതരണത്തിൽ ഉന്നയിച്ച വാദം വിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെയും ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ തന്നെ ചോദ്യോത്തര വേളകളിലും അവലോകന വേളകളിലും മുജാഹിദ് വിഭാഗം തെളിയിച്ചപ്പോൾ തങ്ങൾ വിഷയാവതരണത്തിൽ ഉന്നയിച്ച ഏതെങ്കിലും ആയത്തുകൾ ചോദ്യങ്ങൾക്ക് മറുപടിയായി ഉന്നയിക്കുവാൻ കഴിയാതെ പതറി നിൽക്കുന്ന അവസ്ഥ നമുക്ക് കാണേണ്ടി വന്നു. മുജാഹിദ് വിഭാഗം അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കുവാൻ പാടുള്ളൂ എന്നതിന് നിരത്തിയ ഏതെങ്കിലും ആയത്തുകൾ ആ അർത്ഥത്തിലല്ല പണ്ഡിതന്മാർ വിശദീകരിച്ചതെന്നും ആ അർത്ഥത്തിൽ മുസ്ലിം സമുദായം അത് മനസ്സിലാക്കിയിട്ടില്ല എന്നും ഇവിടെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതും ഈ പരിപാടിയിൽ നാം കണ്ടതാണ്. അതോടൊപ്പം തന്നെ ഏറെക്കാലമായി ഈ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി സ്വമദീയത്ത് എന്ന ഓലപ്പാമ്പുമായി രംഗത്ത് വന്ന ആളുകൾ തന്നെ ഈ വേദിയിലേക്ക് കടന്നു വരികയും വിഷയാവതരണത്തിൽ സമദീയത്ത് ഒരു വലിയ വിഷയമായി എഴുന്നള്ളിക്കുകയും ചെയ്തപ്പോൾ വിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ മക്കയിലെ മുശ്രിക്കുകളും ആ സമദീയത്ത് അംഗീകരിച്ചിരുന്നു. അള്ളാഹുവാണ് എല്ലാ കഴിവുകളുടെയും ഉടമസ്ഥനെന്ന്, അള്ളാഹുവാണ് എല്ലാവർക്കും കഴിവ് നൽകുന്നത് എന്ന്, അള്ളാഹു നൽകാത്ത കഴിവ് ആർക്കും തന്നെ ഇല്ല എന്ന് മക്കയിലെ മുശ്രിക്കുകളും വിശ്വസിച്ചിരുന്നു എന്ന് വളരെ കൃത്യമായി ഇവിടെ തെളിയിച്ചപ്പോൾ ആ സമദീയത്ത് എന്ന ഓലപ്പാമ്പ് താൽക്കാലികമായി മടക്കി വെക്കുകയും വിഷയത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് തെളിച്ചു കൊണ്ടുപോവാൻ ശ്രമിക്കുകയുമാണ് ചെയ്തത് എന്നും നാം മനസ്സിലാക്കുകയുണ്ടായി. ഈ വിഷയത്തിൽ തങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്ന് ശ്രമിക്കുവാൻ വേണ്ടി ഇമാം റാസിയുടെ ഒരു ഉദ്ധരണി വായിച്ചപ്പോൾ തൊട്ട് ശേഷം വന്ന ആ റാസിയുടെ തന്നെ ഉദ്ധരണി വായിക്കണമെന്ന് മുജാഹിദ് വിഭാഗത്തിന്റെ ആവശ്യത്തിന് മുന്നിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ആ വിഷയം ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് തങ്ങളുടെ വകയായി തൻഫഉ
ഇതിനില്ല എന്നിങ്ങനെ ഓരോന്നിനും തങ്ങളുടെ വകയായി ദുർവ്യാഖ്യാനം നടത്തിക്കൊണ്ട് രക്ഷപ്പെടാനാണ് പുരോഹിതന്മാർ ശ്രമിച്ചത്. അതേപോലെ തന്നെ മക്കയിലെ മുശ്രിക്കുകൾ ദൈവിക സഭയിലാണ് വിശ്വസിച്ചത്. ഒരു വലിയ ദൈവമുണ്ടായിരുന്നു, കുറെ കുട്ടി ദൈവങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് വാദിക്കുകയും ആ വാദത്തിന് മറുപടിയായി എങ്കിൽ പിന്നെ എന്തിനാണ് അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ അള്ള വേറെ അള്ളയാണ്, അത് മുഹമ്മദ് നബി പറഞ്ഞ അള്ളയല്ല എന്ന് വാദിച്ചതിന് മറുപടിയായി തഫ്സീറുകളിൽ നിന്നും സുന്നി പരിഭാഷകളിൽ നിന്നും തെളിവ് ധരിച്ചപ്പോൾ അതിനും മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. അത് വേറെ അള്ളയാണ്, മക്കളുണ്ട് എന്ന് പറഞ്ഞത് വേറെ അള്ളയാണ്, അത് ഈ അള്ളാഹുവിനല്ല എങ്കിൽ എന്തിനാണ് പടച്ചതമ്പുരാൻ അതിനെ എതിർത്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാധിക്കണമെന്ന് ഏത് അള്ളാഹുവിന് ആരാധന അർപ്പിക്കണം എന്നാണോ പറഞ്ഞത്, അതേ അള്ളാഹുവിന് മക്കളുണ്ട് എന്നാണ് അവർ വിശ്വസിച്ചത്, അല്ലാതെ വേറെ ഒരു അള്ളയല്ല. അതുകൊണ്ടാണ് അള്ളാഹ് വിശ്വാസത്തെ എതിർത്തത്. അല്ലാതെ അവര് കൂടിയാലോചന നടത്തി കുറെ ദൈവങ്ങളുടെ സഭയുണ്ടാക്കി അതിലൊരു പരമേശ്വരനെ നിശ്ചയിച്ചതാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ എതിർക്കേണ്ടതുണ്ടായിരുന്നില്ലല്ലോ എന്ന വിശദീകരണത്തിനും മറുപടി പറയാൻ ഇവിടെ സാധിച്ചിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. ഈ കാര്യങ്ങൾ ഇവിടെ വിശദീകരിച്ചിട്ടില്ല. അതേപോലെ തന്നെ മുജാഹിദുകളുടെ വാദത്തിനെതിരായി അമാനി മൗലവിയുടെയും ഉമർ മൗലവിന്റെയും ഒക്കെ തഫ്സീർ വ്യാഖ്യാനങ്ങളിലുണ്ട് എന്ന വാദവുമായി അമാനി മൗലവിയുടെയും ഉമർ മൗലവിയുടെയും പരിഭാഷ എടുത്തുയർത്തിയപ്പോൾ ആ വിഷയം ഇവിടെ നിന്ന് വിശദീകരിച്ചപ്പോൾ ഒരു കാലത്തും പിന്നീട് അത് ഉയർത്താത്ത വിധം തങ്ങളുടെ മേശവലിപ്പിന്റെ അടിയിലേക്ക് ആ പരിഭാഷകൾ പൂഴ്ത്തിവെക്കേണ്ട ഗതികേടും പൗരോഹിത്യത്തിനുണ്ടായി എന്നതും നാം ഇവിടെ മനസ്സിലാക്കിയതാണ്. അതോടൊപ്പം തന്നെ ഇവിടെ വിഷയാവതരണത്തിൽ സൂചിപ്പിച്ച ഒരു വലിയ കാര്യമുണ്ടായിരുന്നു. ഇബാദത്തായ ദുആ അത് അല്ലാഹുവിനെ നടത്താൻ പാടുള്ളൂ. അള്ളാഹുവിന്റെ അമ്പിയാക്കളുടെ പ്രാർത്ഥനകൾ ഖുർആനിലുണ്ട്, അമ്പിയാക്കൾ നടത്തിയ ദുആകളുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കുഞ്ഞുണ്ടാകാൻ വേണ്ടി നടത്തിയ ദുആ ഉണ്ട്, സക്കരിയ നബി അലൈഹിസ്സലാം കുട്ടിയുണ്ടാകാൻ നടത്തിയ ദുആ ഉണ്ട്, അയ്യൂബ് നബി അലൈഹിസ്സലാം രോഗം മാറാൻ വേണ്ടി നടത്തിയ ദുആ ഉണ്ട്. ഇതുപോലെ ഒരുപാട് ദുആകൾ. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികൾ അവരുടെ നിത്യജീവിതത്തിൽ പാലിക്കുവാൻ വേണ്ടി പഠിപ്പിച്ചു തന്ന ദുആകൾ. ഈ ദുആകളൊക്കെ അതൊക്കെ ഇബാദത്തായ ദുആണ്. ഇബാദത്തായ ദുആ അത് അല്ലാഹ്ക്ക് മാത്രമേ പറ്റൂ എന്ന കാര്യത്തിൽ ഞങ്ങൾക്കും തർക്കില്ല. മറിച്ച് ഇബാദത്തല്ലാത്ത ദുആ അത് അല്ലാഹു അല്ലാത്ത ആളുകൾക്കും നടത്താം എന്ന വാദത്തിന് മറുപടിയായി ഇവിടെ നിന്ന് ഏതാണ് അങ്ങനെ ഒരു ദുആ? അല്ലാഹുവിന്റെ ഏതെങ്കിലും അമ്പിയാക്കൾ ഇബാദത്തായ ദുആ അല്ലാഹുവിനോട് നടത്തിയ പോലെ ഇബാദത്തല്ലാത്ത ദുആ അമ്പിയാക്കൾ ആരെങ്കിലും കഴിഞ്ഞുപോയ ചരിത്രത്തിൽ അല്ലാഹു അല്ലാത്തവരോട് നടത്തിയതായി വിശുദ്ധ ഖുർആനിൽ നിന്ന് ഉദ്ധരിക്കാൻ കഴിയുമോ എന്ന ചോദ്യം നിരന്തരമായി ആവർത്തിച്ചിട്ട് ഒരു മറുപടി പോലും ഒരായത്ത് പോലും ഓതാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ഇത് ദുർവ്യാഖ്യാനമാണ് എന്നും പിടിച്ചു നിൽക്കുവാൻ വേണ്ടിയുള്ള ശ്രമമാണ് എന്നും കേൾക്കുന്ന ആളുകൾക്ക് വളരെ കൃത്യമായി ബോധ്യപ്പെടുന്ന കാര്യമായിരുന്നു. അല്ലെങ്കിൽ പറയണമായിരുന്നു, ഇതാ ഇബ്രാഹിം നബി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചതല്ലേ നിങ്ങളുടെ തെളിവ്, ഇസ്മായിൽ നബി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചതല്ലേ നിങ്ങളുടെ തെളിവ്, നോഹ് നബി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചതല്ലേ നിങ്ങളുടെ തെളിവ്, അതിൽ ഞങ്ങൾക്ക് തർക്കമില്ല. ഇതാ നോഹ് നബി അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചിരിക്കുന്നു, ഇതാ ഇബ്രാഹിം നബി അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചിരിക്കുന്നു, ഇതാ അയ്യൂബ് നബി അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഒരു പ്രാർത്ഥന പോലും ഉദ്ധരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ഈ ആളുകളെയെങ്കിലും ചിന്തിപ്പിക്കണം എന്ന് വളരെ വിനയത്തോടുകൂടി സൂചിപ്പിക്കുകയാണ്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നു പ്രാർത്ഥനകൾ. എല്ലാ പ്രാർത്ഥനകളും അല്ലാഹുവിനോട്, എല്ലാ പ്രാർത്ഥനകളും അല്ലാഹുവിനോട്. അല്ലാഹുവിനോടല്ലാതെ ഒരു പ്രാർത്ഥന പോലും അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചില്ല. പറയാൻ കഴിഞ്ഞോ മുജാഹിദുകളുടെ ചോദ്യത്തിന്? ഇതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഈ പ്രാർത്ഥന അത് ഇന്ന നബിയോടാണ്, അത് ഇന്ന വലിയനോടാണ്, അത് ഇന്ന സഹാബിയോടാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രാർത്ഥന പഠിപ്പിക്കാൻ, അങ്ങനെ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചതായി തെളിയിക്കാൻ ഇവിടെ സാധിച്ചിട്ടില്ല എന്നും നമുക്ക് മനസ്സിലാകുന്നു. എങ്ങനെയാണ് ഇത് വേർതിരിക്കുന്നത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പടച്ച തമ്പുരാനോട് പ്രാർത്ഥിക്കുന്നു. എന്തിനു വേണ്ടി? സന്താനങ്ങൾ ഉണ്ടാകാൻ. അതേ സന്താനങ്ങൾ ഉണ്ടാകുവാൻ വേണ്ടി ഈ സമൂഹത്തിലുള്ള ആളുകൾ ഏർവാടിയിലേക്ക് പോവുകയും അവിടെയുള്ള മരിച്ചുപോയ മഹാന്മാരോട് പ്രാർത്ഥന നടത്തുകയും ചെയ്യുന്നു. അയ്യൂബ് നബി അലൈഹിസ്സലാം രോഗശമനത്തിനു വേണ്ടി പടച്ച തമ്പുരാനോട് പ്രാർത്ഥിക്കുന്നു. അള്ളാഹുവിന്റെ പ്രവാചകന്മാരൊക്കെ പടച്ച തമ്പുരാനോട് പ്രാർത്ഥിക്കുന്നു. അതേ വിഷയങ്ങളിൽ തന്നെ, സമാന വിഷയങ്ങളിൽ തന്നെ ഇന്നത്തെ മുസ്ലിം സമൂഹം എന്റെ മുമ്പിലിരിക്കുന്ന പണ്ഡിതന്മാരുടെ പ്രേരണ
സാധാരണ കാരണം അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ആ ഒരു കർമ്മം ഈ സമുദായത്തെ കൊണ്ട് ചെയ്യിക്കുന്നതിനുള്ള തെളിവാണ് ചോദിച്ചത്. പറയാൻ കഴിയുമോ നിങ്ങൾക്ക്? ഇന്ന പ്രവാചകൻ പ്രാർത്ഥിച്ചു അല്ലാഹുവല്ലാത്തവരോട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്ന സന്ദർഭത്തിൽ പഠിപ്പിച്ചു അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, അല്ലാഹുവിന്റെ ഖുർആൻ മുമ്പിൽ വെച്ചുകൊണ്ട് വളരെ കൃത്യമായി തന്നെ ഞങ്ങൾക്ക് പറയാൻ കഴിയും, ഖിയാമത്ത് നാൾ വരെ നിങ്ങൾക്ക് കഴിയില്ല. കാരണം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണമെന്നാണ് ഖുർആൻ പറഞ്ഞത്. ഫലാ തദഉ മഅല്ലാഹി അഹദാ. പറയാൻ കഴിയുമോ നിങ്ങൾക്ക്? അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാൻ പറയും. ഈ പ്രാർത്ഥന അത് ഇബാദത്തായ പ്രാർത്ഥനയാണ്. ഇബാദത്ത്